ഓക്കെ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വൈഷ്ണവ് ഇത് കാണുന്നില്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്, ഓക്കെ, ശരി. സീവ് അനാലിസിസ്. ഓക്കെ ഓക്കെ, കാണുന്നുണ്ട് അല്ലേ? താങ്ക് യു. ഇപ്പം നമുക്ക് ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് അറിയാം ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് പഠിക്കണം. അപ്പം അതിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞു. സീവ് ട്രയൽസ് അനാലിസിസും ഹൈഡ്രോമീറ്റർ സംഭവങ്ങൾ പഠിക്കുക. സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് പിന്നെ ഡയലൂട്ട് ആവാത്ത രീതിയിൽ പഠിക്കാം. അത് തന്നെ ഭയങ്കര സിമ്പിളാണ്. ഇനി അതിലും ഇതാക്കാനില്ല കേട്ടോ. ആ നോട്ടിൽ നമ്മുടെ സ്ലൈഡിലുമൊക്കെയുള്ള പോയിന്റ്സ് എല്ലാം പഠിക്കണം. പിന്നെ ഇത് സ്ട്രോക്സ് ലോ അല്ല കേട്ടോ, അത് ഇവരുടെ സ്പെല്ലിംഗ് തെറ്റിയതാണ്. സ്റ്റോക്സ് ലോ ആണ്. അത് നമ്മൾ പഠിച്ചു. പിന്നെ ഈ ഒരു സംഭവം കാലിബ്രേഷൻ ഓഫ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് 2 ഒരു ക്വസ്റ്റൻ ആയിട്ട് തരികയാണ്. അതൊന്നുമില്ല. കാലിബ്രേഷൻ ഓഫ് ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ അതിൻ്റെ ഒരു സംഭവം കാണിക്കാം. കാലിബ്രേഷൻ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ കാലിബ്രേഷൻ ഡിസ്റ്റിൽ വാട്ടർ. നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ആ ചളി വെള്ളത്തിൽ ഹൈഡ്രോമീറ്റർ മുക്കും അല്ലേ? In order to find the particle distribution analysis of, in order to determine the particles as distribution analysis of the fine grained soil, the soft soil sample will be prepared. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യു ആർ ഡിപ്പിംഗ് ദി ഹൈഡ്രോമീറ്റർ. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റിൽ വാട്ടറിൽ നമ്മൾ അതിനെ ഡിപ്പ് ചെയ്തിട്ട് സീറോ കറക്ഷൻ അപ്ലൈ ആകണം. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെയാണ് നമ്മൾ കാലിബ്രേഷൻ. അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് സിലബസിൽ ഇങ്ങനെ എടുത്ത് പറഞ്ഞതുകൊണ്ട് അസൈൻമെന്റ് 2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കാലിബ്രേഷൻ ഓഫ് ഹൈഡ്രോമീറ്റർ. സോ കാലിബ്രേഷൻ ഇസ് ഡൺ വിത്ത് ഡിസ്റ്റിൽ വാട്ടർ. ജസ്റ്റ് ആ ഡിസ്റ്റിൽ വാട്ടർ എടുക്കുന്നു, അതിലേക്ക് ഇത് എന്ത് ചെയ്യുന്നു? ലോവർ ചെയ്യുന്നു, ആ ടോപ്പ് മിനിസ്കസിന്റെ റീഡിങ് നോട്ട് ചെയ്യുന്നു. ആ ഒരു റീഡിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക? എന്താ കറക്ഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത്. മിനിസ്കസ് കറക്ഷൻ ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻപുട്ട് വേണ്ടി വരും. അപ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ എഴുതിയാൽ മതി. ഈ സംഭവങ്ങളൊന്നും എഴുതണം എന്നില്ല കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്സും കാര്യങ്ങളും എഴുതി വയ്ക്കുക. ഡിസ്റ്റിൽ വാട്ടറിൽ മുക്കുന്ന ആ ഒരു പരിപാടിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കാലിബ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കറക്ഷൻസ് ഒക്കെ ബൈ ഹാർട്ട് പഠിക്കാതെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കറക്ഷൻസ്. പിന്നെ നമ്മളെല്ലാം പഠിച്ചു. ഓക്കെ, അതിൽ ഡെറിവേഷൻസ് ഒന്നും വേണ്ട, അത് ക്ലാസ്സിൽ എടുത്തിട്ടുമില്ല. അപ്പോൾ ഇത്ര തന്നെയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ലിമിറ്റ്സിൽ എല്ലാം പഠിക്കണം. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം പഠിക്കണം. പിന്നെ അതിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? മിന്നു കാണുന്നുണ്ടല്ലോ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ. ക്ലാസ്സിൽ പറയുമ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കണോ? ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ കൺസിസ്റ്റൻസി ലിമിറ്റ്സ് എന്താണെന്നുള്ളത് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ ഇനി ഒന്നും കൂടുതൽ പറയുന്നില്ല. വാട്ട് ഈസ് കൺസിസ്റ്റൻസി ലിമിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്താണ്? വിത്ത് വേരിയേഷൻ ഓഫ് വാട്ടർ കണ്ടന്റ് സോയിൽ ക്യാൻ എക്സിസ്റ്റ് ഇൻ 4 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് അല്ലെ? നമ്മൾ ഖരം, ദ്രാവകം, വാതകം എന്ന് പറയുന്ന പോലെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന പോലെ മണ്ണിൽ വെള്ളം വേരി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മണ്ണിൻ്റെ സ്റ്റേറ്റ് 4 അവസ്ഥയിൽ വരും. ലിക്വിഡ്, പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അതിനെ ഉരുട്ടാൻ പറ്റുന്ന ഭാഗത്തിന്, മറ്റേത് ഒലിച്ചു പോകുന്ന വെള്ളം. ഇത് എന്ന് പറഞ്ഞാൽ ഖരം മീൻസ് സോളിഡ് ആയിട്ടില്ല, അതിൻ്റെ ജസ്റ്റ് മുന്നുള്ള ഒരു എന്താ പറയുക പുഡിങ് പോലത്തെ അവസ്ഥ, അങ്ങനെ വരാറില്ലേ? സെമി സോളിഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് മാറുന്നതല്ലേ ലിക്വിഡ് ലിമിറ്റ്. അപ്പോൾ ഈ സംഭവം ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഗ്രാഫ് നിങ്ങളിത് ചോദിച്ചാൽ വരയ്ക്കണം കേട്ടോ. ഓക്കെ, അതായത് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പറയണം. 4 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, ഇൻഡെക്സ് പ്രോപ്പർട്ടി ആണ് അല്ലേ? അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 3 ലിമിറ്റ്സ് വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞ് അതിൻ്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും പറയുന്നതിനോടൊപ്പം ദിസ് പിക്ചർ യു ഹാവ് ടു, ദിസ് ഇസ് ദ ജനറൽ ഗ്രാഫ് റെപ്രസെൻറ്റിങ് ദി ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ സോയിലിൽ ശരിക്കും പറഞ്ഞാൽ ആരിലാണിത് കാണുള്ളൂ? ആരിലാണിത് കാണുള്ളൂ? ഏത് സോയിലാണിത് വരുള്ളൂ? അരീന ഒന്ന് പറഞ്ഞേ, ഇത് ഏത് സോയിലാണ് ഈ പ്രോപ്പർട്ടി വരുള്ളൂ? ഒന്ന് മൈക്ക് ഓൺ ചെയ്യോ, എന്നിട്ടൊന്ന് പറയോ. കേട്ടോ? അരീന ക്വസ്റ്റ്യൻ കേട്ടോ? ഹലോ ആർദ്ര? വെരി ഗുഡ്. ഫൈൻ ഗ്രെയിൻ സോയിലിൽ മാത്രമേ ഇതുള്ളൂ കേട്ടോ. അതായത് ക്ലേയിലും സിൽറ്റിലും മാത്രമേ ഈ പ്രോപ്പർട്ടി ഉള്ളൂ, വേറെ ഗ്രാവലിലൊന്നും ഇതില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു ക്ലേ എടുത്തിട്ട് നമ്മൾ അതിൽ ഇങ്ങനെ ടെസ്റ്റുകൾ വെള്ളം മാറ്റി മാറ്റി ചെയ്യുകയാണെങ്കിൽ, വെള്ളം ആദ്യം കൂട്ടുക, എന്നിട്ട് വെള്ളം ഇങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ അതിൻ്റെ ഗ്രാഫിൽ ഇത് നിങ്ങൾ മാർക്ക് ചെയ്യണം കേട്ടോ. അത് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്നലെ അസൈൻമെൻറ്റ് വെച്ചപ്പോൾ പലരുടെയും നോട്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ
ഇതിൽ ഞാനിത് സ്ലൈഡിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇത് കാണിക്കണം. ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇതല്ലേ, ഇവിടുന്ന് ഇവിടെ മാറ്റപ്പെടുന്ന ട്രാൻസിഷൻ ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റിന്റെ ബാക്കിലാണെങ്കിൽ അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലായിരിക്കും. ലിക്വിഡ് ലിമിറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ അത് ഇതായിരിക്കും. അപ്പോൾ ഇതാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ദീസ് ആർ ദി ഡിഫറെൻറ്റ് വാട്ടർ കണ്ടന്റ് പെർസെൻറ്റേജ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്യണം. അത് ഇന്നലെ അത് എഴുതിയില്ല, പക്ഷെ അത് നിങ്ങൾ നോട്ടിലേക്ക് അതൊന്ന് തിരുത്തിക്കോളൂ. ഓക്കെ. ദെൻ പ്ലാസ്റ്റിറ്റി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലിന് പറയുന്ന പോലെയല്ല, ബ്രിട്ടിൽ വസ്തുക്കൾക്ക് നമ്മൾ എന്ത് പറയുക, അതിനെ ആ മോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് പ്ലാസ്റ്റിറ്റി അല്ലേ. അതിൽ വെള്ളം ഇതാവുമ്പോൾ അതിനെ നമ്മൾക്ക് ഡിഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് പ്ലാസ്റ്റിറ്റി എന്ന് പറയുക. ഇനി ഫസ്റ്റ് ലിമിറ്റ് ആയിട്ടുള്ള ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള അപ്പാരറ്റസ് കാസഗ്രാൻഡെ അപ്പാരറ്റസ് ആണ്, നിങ്ങൾക്ക് അറിയാം. അത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ പ്രൊസീജിയർ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ വരുന്നത്, കാസഗ്രാൻഡെ അപ്പാരറ്റസ് വേണം. അപ്പോൾ ഇതിനെയാണ് മൊത്തത്തിൽ ഇതിനെ പറയുന്ന പേരാണ് കാസഗ്രാൻഡെ അപ്പാരറ്റസ്. ഓക്കെ. ഇറ്റ് വിൽ ബി ഹാവിങ് എ കപ്പ് ലൈക്ക് എ പോർഷൻ ആറ്റ് ഇറ്റ് വിൽ ബി ഹാവിങ് എ റൊട്ടേറ്റിംഗ് ആം അല്ലേ. റൊട്ടേറ്റിംഗ് ആം നമ്മളിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കപ്പ് ഇങ്ങനെ ടപ്പ് ടപ്പ് എന്ന് പറയും. അതിൽ ഗ്രൂവിങ് ടൂള്, നമ്മൾ ഇതിൻ്റെ പേരാണ് ഗ്രൂവിങ് ടൂള്. ഇനി സോയിലിൻ്റെ ഏതിൻ്റെയാണോ ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക, അതിനെ നമ്മളൊരു ഡിഫറെൻറ്റ് വാട്ടർ കണ്ടെയ്നറിൽ ഡിഫറെൻറ്റ് ട്രയൽസ് ചെയ്യും അല്ലേ. ഒരു നിശ്ചിത വാട്ടർ കണ്ടെയ്നറിൽ ഒരു ഇങ്ങനെ ചെയ്ത് നമ്മളതിനെ ഗ്രൂവ് കട്ട് ചെയ്തിട്ട് ഒരു മൊത്തമായിട്ട് അടയണം എന്നില്ല കേട്ടോ. ഓക്കെ. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം നമ്മളിത് മൊത്തം ഇങ്ങനെ അടയണം എന്നില്ല. ഇതിൽ ഒരു കുറച്ച് പോർഷൻ ഒരു 1 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. അതിവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 425 ഗ്രാം എടുക്കും. അത് പിന്നെ അതിൻ്റെ മുന്നേ ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണ്, ആ ഡിവൈസ് വേണം, ഗ്രൂവിങ് ടൂൾ വേണം, സ്പാച്ചുല എന്ന് പറയുമ്പോൾ സ്പൂണാണ് കേട്ടോ. അതായത് നമ്മൾ മിക്സ് ചെയ്യാനുള്ള ആ ഒരു സ്പൂണ് പോലത്തെ സാധനം വേണം, വെയിങ് ബാലൻസ് വേണം. പിന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവൻ യൂസ് ചെയ്യേണ്ടി വരും, കണ്ടെയ്നേഴ്സ് ഒക്കെ വേണ്ടേ, അപ്പോൾ അതൊക്കെ വേണം, വാട്ടർ വേണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അപ്പാരറ്റസ്. ഇനി 25 ബ്ലൗസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിനെയാണെന്ന് നമുക്കറിയാം അല്ലേ. 25 ബ്ലൗസ് കിട്ടുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡ് ലിമിറ്റിനെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാട്ടർ കണ്ടന്റാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ പ്രൊസീജിയർ പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താണ് 425 എടുക്കുന്നു. ഇതിനാലും നമ്മൾ ഒരു ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കുന്നു. ആ ഒരു സ്റ്റാർട്ടിങ് ഒരു ട്രയൽ പെർസെൻറ്റേജ്, ഏറ്റവും മിനിമം വാട്ടർ പെർസെൻറ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 20% സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത 22 അങ്ങനെ ചെയ്ത് പോവും. എന്നിട്ട് നമ്മൾ ഇതിൽ ആ 20% കപ്പിൽ വെക്കുന്നു, കാസഗ്രാൻഡെ കപ്പിൽ സോയിൽ പേസ്റ്റ് ചെയ്യുന്നു, ഗ്രൂവ് കട്ട് ചെയ്യുന്നു. എന്നിട്ട് യു ആർ റൊട്ടേറ്റിംഗ് ദി ക്രാങ്ക്സ്. അപ്പോൾ ദിസ് ഈസ് നോൺ ആസ് എ ക്രാങ്ക്. ഓക്കെ. പിസ്റ്റൺ എന്നല്ല, ക്രാങ്ക് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഈ സാധനമാണ് നമ്മളിങ്ങനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും, റൊട്ടേറ്റിംഗ് ദ ക്രാങ്ക്. അങ്ങനെ ഇത് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്ത് ഇതിങ്ങനെ അടയ്ക്കുമ്പോൾ അതിൻ്റെ ശക്തിയിൽ ഇത് വന്നിട്ട് ഇങ്ങനെ അടയും അല്ലേ. ഈ ഗ്രൂവ് വന്ന് ടച്ച് ആവും. ഗ്രൂവ് മീൻസ് എന്താണ്, ഈ സോയിൽ വന്നിട്ട് മെർജ് ആവും. മനസ്സിലായോ. ഇത് നമ്മളൊരു ഗ്രൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ചതാവുമ്പോൾ എന്താണ് നമ്മൾ 20% വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്തപ്പോൾ ഏത് ബ്ലോയിലാണ് ഇത് വന്ന് അടഞ്ഞത്, മൊത്തം വന്ന് അടയണം എന്നില്ല. ഒരു 1 സെൻറ്റിമീറ്റർ, അതായത് ഇത് ഞാൻ ഇവിടെ കാണിക്കുന്ന വേണ്ട, ഇത്രയൊക്കെ വന്ന് അടഞ്ഞാൽ മതി. എവിടെയെങ്കിലും ഈ ഒരു അതായത് 1 സെൻറ്റിമീറ്റർ വന്ന് മെർജ് ചെയ്താൽ മതി. അപ്പം നമ്മൾ അത് നിർത്തും. അതിനനുസരിച്ചുള്ള കൗണ്ടാണ്. അതുപോലെ നമ്മൾ അടുത്ത 22% പേസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് ഇങ്ങനെ ചെയ്യും. എന്നിട്ട് അവർ പറയുന്നത് എന്താ, പല ട്രയൽ എടുക്കേണ്ടി വരും കേട്ടോ. കുറേ ട്രയൽസ് എടുക്കേണ്ടി വരും. സോ ദാറ്റ് നമ്മുടെ നമ്പർ ഓഫ് ബ്ലൗസ് 25 ചോടെ വരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുക അല്ലേ. വാട്ടർ കണ്ടന്റ് വൈ ആക്സിസിലും ലോഗ് സ്കെയിലാണ് വരയ്ക്കുക. അപ്പോൾ ലോഗ് നമ്പർ ബ്ലൗസ് എക്സ് ആക്സിലും ഗ്രാഫ് വരയ്ക്കും. അപ്പോൾ നമുക്ക് ഈ ബ്ലൗസ് വെള്ളം കൂടുന്തോറും ആ ഒരു ബ്ലൗസിൻ്റെ എണ്ണം കുറഞ്ഞു വരില്ലേ. മനസ്സിലായോ. വെള്ളം കൂടുന്തോറും, വെള്ളം ഭയങ്കര കുറവാണെങ്കിൽ നല്ല ഹാർഡ് സോയിലായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ അടിച്ചാലാണ് അതൊന്നും വന്ന് അടയുള്ളൂ. വെള്ളം ഇങ്ങനെ കൂട്ടി വരുമ്പോൾ എന്തുണ്ടാവും, അടിയുടെ എണ്ണം കുറയും അല്ലേ, ബ്ലൗസിൻ്റെ എണ്ണം കുറയും. അങ്ങനെയാണ് ഈ സാധനം ഡിപ്പിംഗ് ദ നെഗറ്റീവ് ആക്സിസ് ഇതായിട്ട് വന്നത്. ഇനി നമ്മൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 25 ബ്ലൗസ്, ഇതാണ് കണക്ക് കേട്ടോ. 25 ബ്ലൗസ് എന്നുള്ള ഇവിടുന്ന് 25 ഇറക്ട് ചെയ്താൽ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാട്ടർ കണ്ടന്റിനെയാണ് അവരെന്ത് പറയുന്നത്, ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ. അപ്പോൾ ഇത് പഠിക്കണം, പ്രൊസീജിയർ എല്ലാം പഠിക്കണം കേട്ടോ. ഇനി ഇതിലൊരു സംഭവം എന്താ വെച്ചാൽ, നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് വന്ന് അടയും എന്ന് പറഞ്ഞില്ലേ, ഇത് വന്ന് അടയുന്ന സമയത്ത് നമ്മളിപ്പോൾ 20% ആഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു 20% ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 60 ബ്ലോയിൽ ഇത് വന്ന് അടഞ്ഞു എന്ന് വിചാരിക്കും. ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ വന്ന് അടഞ്ഞു എന്ന് വിചാരിച്ചോ. പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനാണെങ്കിൽ 20 തന്നെ എടുക്കുക. അതായത് 20% അല്ലേ നിങ്ങൾ ആഡ് ചെയ്തേ, 20 എന്താ പറയുക, ഇവിടുത്തെ ബ്ലൗസ് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ലോക്കസ് നമ്മൾ എടുക്കുക. പക്ഷേ ലാബിൽ ചെയ്യുമ്പോൾ, ഡെയിലി നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴേയും, അതായത് നമ്മൾ റിസർച്ച് വർക്കിനും അങ്ങനെയൊക്കെ ചെയ്യുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ,
ആ സോയിൽ ഒന്ന് പിച്ചി എടുത്തിട്ട് ഇവിടുന്ന് യു ആർ കളക്ടിങ് സം സോയിൽ സാമ്പിൾ ആൻഡ് ഓവനിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അതിന്റെ വെറ്റ് വെയിറ്റ് നോട്ട് ചെയ്യും, നാളെ വന്ന് ഡ്രൈ വെയിറ്റ് നോട്ട് ചെയ്യും. അപ്പം നമുക്ക് എക്സാക്റ്റ് വാട്ടർ കണ്ടന്റ് കിട്ടും. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി മണ്ണ് എടുക്കുമ്പോൾ നമ്മൾ പറയുന്നു ഓവൻ ഡ്രൈഡ് മണ്ണൊക്കെയാണ് എടുക്കണേ എന്നൊക്കെ പറഞ്ഞു, എയർ ഡ്രൈഡ് ആയിട്ടുള്ള മണ്ണാണ് എടുത്തത്. പക്ഷെ ഓൾറെഡി മണ്ണിലൊരു ജലാംശം ഉണ്ടായിരിക്കും. അപ്പോൾ 20% നമ്മൾ ഒഴിച്ചെങ്കിലും മേ ബി ഒരു പെർസെൻറ്റേജ് ഓൾറെഡി അതിൽ ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ടായിരിക്കാം. അപ്പൊ ശരിക്കുമുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ മേ ബി ഒരു 20.8 ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, നമ്മുടെ ഓവനിൽ കൊണ്ടുവയ്ക്കണം. മനസ്സിലായോ? ഇത് ലാബിൽ ചെയ്യുമ്പോൾ ഡെയിലി എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി. പക്ഷെ പരീക്ഷയ്ക്ക് ചെയ്യണ്ട. കാരണം എന്താ വെച്ചാൽ പരീക്ഷയ്ക്ക് ഓവനിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരു 24 ദിവസം കഴിഞ്ഞിട്ടുള്ള റീഡിങ് നമുക്ക് അല്ല വേണ്ട, നമുക്ക് പരീക്ഷയ്ക്ക് അത് വേണ്ട. മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിചാരിക്കണം. പറഞ്ഞ് മനസ്സിലായോ? ആഷ്ലിൻ പറഞ്ഞ് മനസ്സിലായെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞേ, ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് ഈ പരിപാടി കേട്ടോ. ദാറ്റ് ഇസ് ലിക്വിഡ് ലിമിറ്റ് കാസഗ്രാൻഡെ അപ്പാരറ്റസ് ആണിത്. അതിന്റെ പരിപാടി കഴിഞ്ഞു. ഇതിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പ്രൊസീജിയർ കൊടുത്തത്. ഇനി ഇതിൽ കുറയ്ക്കരുത്. ഇനി മനസ്സിലായോ? അപ്പൊ ഇത്രയൊക്കെ മതി. ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലൊക്കെ നിങ്ങൾ അത് എഴുതിയാൽ മതി കേട്ടോ. ഫ്ലോ കർവ് വരയ്ക്കണം. 25 ബ്ലോസ് എന്നാണ് കണക്ക്. അതാണ് പരിപാടി. മനസ്സിലായില്ലേ? ഇനി ഈ ഗ്രാഫിന്റെ ഈ സ്ലോപ്പിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്ലോ കർവ്, അതും കൂടി പറയണം. ഇത് ലിക്വിഡ് ലിമിറ്റ് അല്ലെ, 25 കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി ഈ ഗ്രാഫ് ഒരു നെഗറ്റീവ് അല്ലേ, അപ്പൊ ഇതിന്റെ y/x എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയും, ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയും. അപ്പൊ അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ ലാസ്റ്റ് ലൈനിൽ എഴുതി വെച്ച സംഭവമെങ്കിലും മാത്രം മനസ്സിലാക്കുക. സ്ലോപ്പ് ഓഫ് ദി ഫ്ലോ കർവിനെയാണ് ഫ്ലോ ഇൻഡെക്സ് പറയുക. ദീസ് ആർ സം ഇൻഡിസസ്. നമ്മൾ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിസസ് കണ്ടുപിടിക്കണം. അതായത് കൺസിസ്റ്റൻസി ലിമിറ്റ് ആണ് ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും ഷ്രിങ്കേജ് ലിമിറ്റും. പക്ഷെ വേറെ കുറെ കൺസിസ്റ്റൻസി ഇൻഡിസസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ ഫ്ലോ ഇൻഡെക്സ്. അപ്പൊ അതുകൊണ്ട് IF എന്ന് പറയുന്നത് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ്. അപ്പൊ ഇത് ഒന്ന് പഠിച്ചു വെച്ചോ. മനസ്സിലായോ? അപ്പൊ അത് ഓക്കെ. ഇത് മാത്രം പഠിച്ചു. y/x ആണ് കേട്ടോ, ഒന്നുമില്ല. ഇവിടെ W2 ഇവിടെ W1 ഉണ്ടെങ്കിൽ W2 - W1 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഇതില്ലേ ലോഗ്, ഇവിടുത്തെ N2 ആണെങ്കിൽ ലോഗ് N2 - N1. അതിൽ നിന്നാണ് ഈ സംഭവം വന്നത്. അത്രേ ഉള്ളൂ. പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ മിനിമം ഇത് പഠിക്കണം. പ്രൊസീജിയറും ഇതിന്റെ ലിക്വിഡ് ലിമിറ്റിന്റെ പരിപാടി എന്തായാലും പഠിച്ചേ പറ്റൂ. ഇനി ഇതിന്റെ ഗ്രാഫ് സത്യം പറഞ്ഞ പരീക്ഷയ്ക്ക് അത്ര ചോദിക്കാത്തത് കൊണ്ട് എന്തായാലും സീരീസിന് ഞാനിത് ഇടുന്നില്ല. നമുക്ക് എല്ലാ പോർഷനും കഴിഞ്ഞിട്ട് മാത്രം ഇതിന്റെ ഒരു ഇത് ചെയ്യാം. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല ഇതിൽ. നമ്മൾ എന്താ ചെയ്യണേ, y-ആക്സിസിൽ നമുക്ക് വാട്ടർ കണ്ടന്റ് അല്ല വേണം, x-ആക്സിൽ നമുക്ക് എന്ത് വേണം, നമ്പർ ഓഫ് ബ്ലോസ് വേണം. ജസ്റ്റ് ആ ഗ്രാഫ് വരച്ചാൽ മതി. ഓക്കെ. അപ്പൊ എപ്പോഴും ഒരു നെഗറ്റീവ് സ്ലോപ്പാണ് വരിക. അപ്പൊ കറക്റ്റ് ആ ലോക്കസ് മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് എന്ത് എടുക്കണം, ഒരു സാധാ ഗ്രാഫിൽ അല്ല സെമിലോ ഗ്രാഫിൽ വേണം ഇത് വരയ്ക്കാൻ കേട്ടോ. ഓക്കെ. സാധാ ഗ്രാഫിൽ വരയ്ക്കാം. സാധാ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ ഇതിലേക്ക് ലോഗ് വാല്യൂ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാ ഗ്രാഫിൽ വരയ്ക്കാം. അതായത് ഇവിടെ 38 എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, കാൽക്കുലേറ്ററിൽ ലോഗ് 38 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു വാല്യൂ കിട്ടില്ലേ. ഇനി ഇത് എത്ര, ലോഗ് 27 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ഇതിനൊക്കെ ലോഗ് ആക്കി കഴിഞ്ഞാൽ ലോഗരിതം ഓഫ് ദിസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ സാധാ ഗ്രാഫിൽ വരച്ചാലും കുഴപ്പമില്ല. ക്ലിയർ ആണോ? ഈ ലോഗ് ഗ്രാഫ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ഉത്തരം സെയിം ആയിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ വിചാരിച്ചോളൂ. അങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് ബ്ലോസ് എക്സിലും വാട്ടർ കണ്ടന്റ് വൈലും വരച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. മീൻസ് ഈ ഒബ്സർവേഷൻസ് വെച്ചിട്ട് ഇവർക്ക് കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ കണക്ക് എന്താണ്, 25 ബ്ലോസ് എന്നുള്ളതിന് അത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. 25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡ് ലിമിറ്റ്. അപ്പൊ ഈ കണക്കിൽ അവർക്ക് കിട്ടിയത് എത്രയാണ് കണ്ടോ. ഇതിൽ എന്താ ഡിറ്റർമിൻ ദ ലിക്വിഡ് ലിമിറ്റ്, അത് ഞാൻ ക്രോപ്പ് ചെയ്യാൻ വിട്ടു പോയതാ തോന്നുന്നു. അവിടെ എഴുതി വെച്ച് 69 എനിക്ക് കാണണേ. ഇത് നിങ്ങൾക്ക് കാണാനില്ല അല്ലേ, ഇങ്ങനെ ഇട്ടിട്ടില്ല അല്ലേ. ഓക്കെ ഓക്കെ. കണ്ടോ ഇതിൽ 60 കണ്ടോ, അവിടെ 49% ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ? 49% ആണ് ഇവിടെ. അപ്പൊ അത് കറക്റ്റ് ചെയ്താലും നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് ഇവിടെ എടുത്തെഴുതണം. അത് എടുത്തെഴുതാൻ മീൻസ് അത് ഞാൻ ക്രോപ്പ് ചെയ്യാൻ വിട്ടുപോയി. ഈ കണക്ക് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. പക്ഷെ സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കണു. ആരതി അവിടെ ഉണ്ടോ? ആരതി, ആദിത്യ, ആരെങ്കിലും വേഗം ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. ഐഷ ഉണ്ടോ? ആ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. ശരി. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കണം. എന്നിട്ടാണ് നമുക്ക് ഇത് കിട്ടുക. ഇത് വല്ലാതെ വറി ചെയ്യണ്ട, കാരണം ഇത്
ചോദിക്കാം, പക്ഷെ ഇത് എളുപ്പമാണ് സത്യം പറഞ്ഞത്. ഇത് ചോദിച്ചാൽ ജസ്റ്റ് ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായോ? ഇത് 25 ആയിട്ട് നമുക്ക് അവസാനം വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. മീൻസ് എല്ലാം കഴിയട്ടെ, മൊഡ്യൂളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് സമയം കളഞ്ഞാൽ നമുക്ക് ഇനി ഇഷ്ടംപോലെ പോർഷൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി ഈ ഗ്രാഫിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ഫ്ലോ ഇൻഡെക്സ് പറയുന്നത്. അപ്പൊ അതൊരു ചോദ്യമാണ് കണ്ടോ. അപ്പൊ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ മതി, ലോഗ് എന്ത് y/x എടുക്കുക, ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ മൊത്തം ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ 42, ഇവിടെ 54 സംതിങ് ആവുന്നത്. അപ്പൊ 54 - 42 ഡിവൈഡഡ് ബൈ ഇത് ചെയ്താൽ പോരെ, ഈ ഡിഫറൻസ് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ, ഈ ഒരു സംഭവം കിട്ടി. അപ്പൊ ഇങ്ങനത്തെ കണക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. മനസ്സിലായവര് നിങ്ങളൊന്ന് അസൈൻമെന്റിൽ ഇത് ഒന്ന് കമ്പൽസറി അല്ല, മനസ്സിലായവർ മാത്രം അസൈൻമെന്റിൽ ഇത് ഒന്ന് ചെയ്തു നോക്കുക. മനസ്സിലാത്തവർക്ക് നമുക്കെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞില്ല, അപ്പൊ നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ നിർബന്ധിക്കുന്നില്ല, ഓപ്ഷണലാണ്. നിങ്ങളത് അസൈൻമെന്റിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, കാലിബ്രേഷന്റെ സംഭവം. ഇത് മനസ്സിലായവർ, ഇന്ന് മനസ്സിലായവർ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്തതിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മുടെ സിലബസിൽ ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പഠിക്കാണ്ടായിരുന്നില്ല, നിങ്ങളുടെ സിലബസിൽ ഇത് പറയുന്നുണ്ട്. മേ ബി ഇത് അന്നുണ്ടായിരുന്നില്ല സിലബസിൽ. ഈ ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. അല്ല, ഒരു മെത്തേഡ് കാസഗ്രാൻഡ് അപ്പാരറ്റസ് ആണ്. രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് എന്താണ്? കോൺ പെനിട്രോമീറ്റർ മെത്തേഡ്. അതോ ഈ പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇത്തിരി വായിച്ചാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്കിപ്പോൾ ഇത്ര മതി, ഐഡിയ ഉണ്ടായാൽ മതി. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. അങ്ങനെ തന്നെ സിമ്പിളായിട്ട് എഴുതിയാലും മാർക്കൊന്നും ഒരു കുറയലും ഇല്ല. പക്ഷെ ഇതിൽ പറഞ്ഞതെങ്കിലും നിങ്ങൾ എഴുതണം കേട്ടോ. മനസ്സിലായോ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സിമെന്റിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾ പഠിക്കും, അടുത്ത ലാബിൽ MT ലാബിലൊക്കെ ചെയ്യും സിമെന്റിന്റെ കൺസിസ്റ്റൻസി. അതേ രീതിയിലാണ് ഇവിടെ സോയിലിന്റെ കൺസിസ്റ്റൻസി ചെയ്യുന്നത് കേട്ടോ. സിമെന്റിന്റെ നിങ്ങൾ കൺസിസ്റ്റോമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം അടുത്ത സെമസ്റ്ററിൽ സിമെന്റ് ലാബിൽ ചെയ്യുന്നുണ്ടാവും. നമ്മളിത് ജി ലാബിൽ നമ്മളിത് ചെയ്യുന്നില്ല, നമ്മൾ കാസഗ്രാൻഡ് മാത്രമേ ജി ലാബിൽ ചെയ്യുന്നുള്ളൂ. സിലബസിലും നമുക്ക് അത്രേ ഉള്ളൂ. ഈവൺ ഇൻ ദി ജി ലാബ് സിലബസിലും നമുക്ക് അതേ ഉള്ളൂ. പക്ഷെ ഇത് സിമെന്റ് വെച്ചിട്ട് നമ്മൾ സിമെന്റിന് ഈ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഇതെന്താ മെത്തേഡ് എന്ന് വെച്ചാൽ ഇതിൽ എന്ത് വേണം, ഒരു കോൺ പെനിട്രോമീറ്റർ എന്ന് പറയുന്നത് ഇതിനെയാണ് കോൺ. ഇത് റിയൽ ഫോട്ടോഗ്രാഫി ഇതാണ് അതിന്റെ ഈ പരീക്ഷയ്ക്ക്. പക്ഷെ ഇത് വരയ്ക്കണം കേട്ടോ, ഇത് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയാ റെഫറൻസ് ഫിഗർ ആയിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടി വരിക. അപ്പൊ എന്താണ് ഇതിനെയാണ് കോൺ പെനിട്രോമീറ്റർ. കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. മനസ്സിലായോ? അങ്ങനെയുള്ളതും ഉണ്ട്, അല്ലാതൊന്നും ഉണ്ടായിരിക്കാം. അപ്പൊ കോൺ പെനിട്രോമീറ്റർ അപ്പാരറ്റസ് എന്ന് പറയുന്നതാണ്. അതിൽ കണ്ടോ, ഇവിടെ താഴെ ഒരു കോൺ കാണുന്നില്ലേ, അതുകൊണ്ടാണ് ഇതിന് കോൺ എന്നുള്ളത്. കണ്ടോ, ഇവിടെ ഒരു കോൺ 80 ഗ്രാം കോൺ ഉണ്ട്. അതിന്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ജസ്റ്റ് കോൺ ഉണ്ട് എന്നതിൽ എഴുതി വെക്കുക. നൗ എന്താ ഇവർ അത് പിന്നെ ഓക്കെ അപ്പാരറ്റസ്. അപ്പൊ അത് വേണം. പിന്നെ സോയിൽ, ഏത് സോയിലിന്റെ ആണ് ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് അത് വേണം. അത് 425 മൈക്രോയിലൂടെ സേവ് ചെയ്ത് തന്നെ ആയിരിക്കണം. ദെൻ നമുക്കൊരു സ്പൂണ് വേണം, സ്പാച്ചുല എന്നാണ് സ്പൂണിന് പറയുക. മിക്സ് ചെയ്യാൻ ഒരു പാത്രം വേണം, വെയിങ് ബാലൻസ് വേണം, കാരണം മെഷർ ചെയ്തെടുക്കണ്ടേ. ഇത്ര ഗ്രാംസ് എന്നുള്ള മണ്ണായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. അപ്പൊ വെയിങ് ബാലൻസ് വേണം. ദെൻ വാട്ടർ കണ്ടന്റ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള കണ്ടെയ്നേഴ്സ്, സ്റ്റോപ്പ് വാച്ച്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം. ക്ലിയർ? ഇനി ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലിക്വിഡ് ലിമിറ്റ് നമ്മൾ കാസഗ്രാൻഡേൽ ചെയ്ത പോലെ തന്നെയാണ്. നമ്മൾ ഒരു ഒറ്റ തവണയായിട്ടല്ല അത് ചെയ്യാം. നമ്മൾ ആദ്യം മണ്ണെടുക്കും, അതിലൊരു നിശ്ചിത ശതമാനം വെള്ളം ഒഴിക്കും, എന്നിട്ട് നമ്മളൊരു പേസ്റ്റ് ആക്കിയിട്ട് ഈ കപ്പിലാണ് ഫില്ല് ചെയ്യുക. അതിൽ താഴെ ഒരു കപ്പ് കണ്ടോ, ഈ കപ്പിൽ നമ്മൾ ഫില്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇതിന് ഇത് കാണാം, അതിലെന്തുണ്ട്, ഇവിടെ ഒരു കപ്പ് കണ്ടോ. ആദ്യം നമ്മൾ സോയിൽ പേസ്റ്റ് തയ്യാറാക്കും. അത് കുറച്ചൊരു സ്മൂത്ത് പേസ്റ്റ്, ഭയങ്കരമായിട്ടുള്ള വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പം മേ ബി ഒരു 120 ഗ്രാം സോയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ഒരു 20% പോലെ തന്നെ നമ്മൾ അതിൽ വെള്ളം കൊണ്ടുവയ്ക്കുക. ആ കപ്പിൽ പെനിട്രോമീറ്റർ കപ്പ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. സോറി, കണ്ടോ ഇവിടെ ഒരു കപ്പ് ഉണ്ട്. അപ്പൊ പെനിട്രോമീറ്ററിന്റെ കപ്പാണല്ലോ, സോ ഇറ്റ് ഇസ് നോൺ ആസ് പെനിട്രോമീറ്റർ കപ്പ്. ആ കപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഫില്ല് ചെയ്യുന്നു. കപ്പിൽ ഫില്ല് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ കോണ്, ഇതിന്റെ മുകളിൽ ഒരു കോണ് കാണാം അല്ലേ, കോണ്. ആ കോണിനെ നമ്മൾ ഇവിടെ ഒരു ഇതുണ്ട്, കോണിനെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് വെക്കുക. അതായത് സോയിലിന്റെ പ്രതലത്തിൽ ടച്ച് ചെയ്യുക, ഉള്ളിലേക്ക് കടത്തരുത് കേട്ടോ. അപ്പൊ ഇതിനെ ഇവിടെ നോബ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോണിനെ താഴത്തേക്ക് ഇറക്കി കൊണ്ടുവന്നിട്ട് ഈ പിസ്റ്റൺ ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് യു ആർ ടച്ചിങ് യുവർ കോൺ ഓൺ ടു ദി ടോപ്പ് ഓഫ് യുവർ സോയിൽ സാമ്പിൾ. ടോപ്പിന്റെ മുകളിൽ ഇങ്ങനെ മുട്ടിച്ച് നിർത്തുകയാണ്. മനസ്സിലായോ? ഇൻ ടച്ച് വിത്ത് സോയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഇനി താഴാൻ പാടില്ല, ആ രീതിയിൽ കോണിനെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ കോണിനെ റിലീസ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ കറണ്ടിൽ ഇതുള്ളതല്ലേ, അപ്പം മേ ബി വല്ല സ്വിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ
ഇത് താഴ്ത്തിക്ക് വരും. നമ്മൾ സിമെന്റിലൊന്നും അങ്ങനെയല്ല, മാനുവലായിട്ടാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഓട്ടോമേറ്റഡ് മെഷീൻസ് ഒക്കെ ആണല്ലോ. അപ്പം മേ ബി അതിൽ സ്പീഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ, അല്ലെങ്കിൽ ഇവിടെ ഒരു നോബ് ഉണ്ട്, അത് ഇവിടെ പ്രസ് ചെയ്താലും മതി കേട്ടോ. ഇത് ആയിക്കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പം നമ്മളിവിടെ പ്രസ് ചെയ്തിട്ടോ കറണ്ടിൽ എന്തെങ്കിലും ചെയ്തിട്ടോ യു ആർ ലോവറിങ് യുവർ കോണിനെ എന്ത് ചെയ്യാണ്, ഫ്രീ ഫോൾ, അലോ ദ കോൺ ടു പെനിട്രേറ്റ് ഫ്രീലി ഫോർ 5 സെക്കൻഡ് എന്നുള്ള ഒരു ടൈമർ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുന്നു. ഒരു സ്റ്റോപ്പ് വാച്ച് ഉണ്ട് ഇതിൽ, സ്റ്റോപ്പ് വാച്ച് വേണം. അപ്പം സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 5 സെക്കൻഡ് ആ കോണിനെ മണ്ണിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ അനുവദിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 5 സെക്കൻഡിൽ എത്ര ഡെപ്തിൽ പെനിട്രേറ്റ് ചെയ്തു എന്നുള്ളത് മെഷർ ചെയ്യുക. അപ്പോൾ ഇതിനെന്താണ് ഇവിടെ കണ്ടോ, ഇവിടെ ഗ്രാജുവേറ്റിംഗ് ഇവിടെ ഉണ്ട്, ഇവിടെ സ്കെയിൽ പോലത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ എത്ര ഇതിൽ ഇത് പെനിട്രേറ്റ് ചെയ്തു എന്നുള്ളത് ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടും. മനസ്സിലായോ? ഇനീഷ്യൽ റീഡിങ് നമ്മൾ ആദ്യം ടച്ച് ചെയ്ത് വെച്ചതാണ് ഇനീഷ്യൽ റീഡിങ്. അത് കഴിഞ്ഞിട്ട് 5 സെക്കൻഡ് എന്നുള്ള സ്റ്റോപ്പ് വാച്ച് ടൈമിൽ എത്ര മാത്രം ഇത് ഇതായി എന്നുള്ളത് ഫൈനൽ റീഡിങ് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ആ റീഡിങ് നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ? അത് നോട്ട് ചെയ്ത് വെച്ചാൽ വീണ്ടും നമ്മൾ അടുത്ത് 22% വെള്ളത്തിന് ഒഴിക്കുന്നു, വാട്ടർ കണ്ടന്റ് കൂട്ടുന്നു, വീണ്ടും സോയിൽ ഫില്ല് ചെയ്തിട്ട് ആ കപ്പിൽ കൊണ്ടുവരുന്നു, അടുത്ത ട്രയൽ ഇങ്ങനെ ചെയ്യുന്നു, പിന്നെ അടുത്ത ട്രയൽ ചെയ്യുന്നു. എത്ര ഇത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളുടെ റീഡിങ് എന്ത് വരണം, എത്രയാണ് വരണത്, 20 mm പെനിട്രേഷൻ വരുമ്പോൾ, അതായത് 2 സെന്റിമീറ്റർ പെനിട്രേറ്റ് ആവാൻ എത്ര വാട്ടർ കണ്ടന്റ് ആണ് ആഡ് ചെയ്തത്, അതിനെയാണ് ലിക്വിഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നേരത്തെ നമ്മൾ എന്തായിരുന്നു 25 ബ്ലോസ്, അവിടെ നമ്മൾ ബ്ലോസ് അല്ലേ കൊടുത്തേ, അവിടെ നമ്മൾ ഈ ബ്ലോസ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു മാനുവലായിട്ട്. അതിന് കറണ്ട് ഒന്നും വേണ്ട, സാധാരണ നമ്മുടെ ലാബിൽ ചെയ്യുന്നതാണ്. ഇത് കുറച്ചും കൂടി ഇതാണ്. ഇവിടെ നമ്മൾ 20 mm ഇത് പെനിട്രേറ്റ് ചെയ്യണം. അതായത് 20 mm എന്ന് പറയുമ്പോൾ 2 സെന്റിമീറ്റർ യുവർ കോൺ പ്ലഞ്ചർ ഹാസ് ടു ബി പെനിട്രേറ്റ് ടു ദ സോയിൽ സാമ്പിൾ. അതിന് വേണ്ടി എപ്പോഴും വാട്ടർ കണ്ടന്റ് ആണ് ലിക്വിഡ് ലിമിറ്റ് അല്ലേ. അപ്പൊ ഈ 2 സെന്റിമീറ്റർ പെനിട്രേറ്റ് ആവാൻ ഏത് ട്രയലല്ല ഏത് വാട്ടർ കണ്ടന്റിലാണ് നമ്മൾ ഒഴിച്ചപ്പോഴാണ് 2 സെന്റിമീറ്റർ പെനിട്രേഷൻ കിട്ടിയത്, അതിനെയാണ് എന്തെന്ന് പറയണേ, ഈ കോൺ പെനിട്രോമീറ്റർ മെത്തേഡ് പ്രകാരം ലിക്വിഡ് ലിമിറ്റ് ആയിട്ട് ലേബൽ ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ എന്തായിരിക്കും, എന്ത് തമ്മിലായിരിക്കും ഗ്രാഫ് വരയ്ക്കുന്നുണ്ടാവുക, ഗ്രാഫ് വരയ്ക്കുന്നത് ഈ പെനിട്രേഷനും ലിക്വിഡ് ലിമിറ്റ് വാട്ടർ കണ്ടന്റും തമ്മിലായിരിക്കും. വാട്ടർ കണ്ടന്റ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും പെനിട്രേഷൻ ആയിരിക്കും ഇവിടെ വരിക. എന്നിട്ട് നേരത്തെ ഫ്ലോ കർവ് വരച്ച പോലെ നമ്മൾ വരയ്ക്കും. അതിൽ 2 സെന്റിമീറ്റർ പെനിട്രേഷൻ, അതായത് 20 mm പെനിട്രേഷന് കറസ്പോണ്ടിങ് ആയതിനെ നമ്മൾ എന്ത് പറയും, ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ അവര് ഓക്കെ ആണെന്ന് മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഒന്ന് അവിടെ ചാറ്റിലിടൂ. അപ്പൊ എനിക്ക് മനസ്സിലാവല്ലോ, നിങ്ങൾക്ക് മനസ്സിലായോന്നു കേട്ടാ. ഇതിന് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പ്രിസൈസ് ആണ് അല്ലെ, മറ്റേതിനേക്കാളും നമുക്ക് ബുദ്ധിമുട്ടില്ല, റീപ്രൊഡ്യൂസിബിൾ ആണോ, ഇതാണ്, എററുകളൊന്നും ഉണ്ടാവില്ല കെസഗ്രാഡെ പോലെ. പിന്നെ ഇതിൽ കുറച്ചും കൂടി ഒരു ഇതായതുകൊണ്ട് ഷിയർ സ്ട്രെങ്ത് ഒക്കെ പെട്ടെന്ന് നമുക്ക് അതിന് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. മനസ്സിലായെങ്കിൽ ഒരു ഓക്കെ അവിടെ ഇടൂ, മനസ്സിലായി എന്ന് പറയൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ പരിപാടി എത്ര ഉള്ളൂ കേട്ടോ. ദാറ്റ് ഈസ് കോൺ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് ലിക്വിഡ് ലിമിറ്റ്. ഇപ്പം ഇത് വെച്ചിട്ടും പഠിക്കാൻ നമ്മുടെ ലാബിൽ നമ്മൾ ചെയ്യുന്നില്ല, പക്ഷെ സിലബസിലും നമ്മുടെ ഇതിലാണ്. നിങ്ങളുടെ സിലബസിൽ ഇതുണ്ട്, നിങ്ങളുടെ കുറച്ച് മോഡേൺ സിലബസ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ അഡ്വാൻറ്റേജസ്. ഇതൊക്കെ പഠിക്കണം കേട്ടോ, കുറച്ചും കൂടി നല്ലതാണ്. ഇതൊക്കെ ഒന്നും പറഞ്ഞ് എഴുതി വെച്ചാൽ മതി. കസഗ്രാഡിനേക്കാളും കപ്പിനേക്കാളും കുറച്ചും കൂടി ഓപ്പറേഷണൽ എറർ ഉണ്ടാവില്ല. മറ്റേത് കണ്ടോ, അത് അങ്ങനെ ചെയ്യുമ്പോൾ ഓപ്പറേഷണൽ എറേഴ്സ് ഒക്കെ വരാം, ഹ്യൂമൻ എറേഴ്സ് വരാം. ഇവിടെ അത്രയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഷിയർ സ്ട്രെങ്ത്തിലേക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു പരിപാടി മനസ്സിലായവർ അവിടെ മനസ്സിലായി എന്ന് പറഞ്ഞ് എഴുതിയാൽ എനിക്കൊരു സമാധാനമാവും. അത് മനസ്സിലായവരൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടോളൂ കേട്ടോ. സാനിയുടെ കണ്ടു, വേറെ ആർക്കെങ്കിലൊക്കെ മനസ്സിലായെങ്കിൽ ഒന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്തോളാം. ഇനി ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ലിക്വിഡ് ലിമിറ്റ് കൂടുക. നമ്മൾ എന്താ പറഞ്ഞത്, ഇത് ഇൻഡെക്സ് പ്രോപ്പർട്ടി ആണ് അല്ലേ. ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് പ്രോപ്പർട്ടി ആണ്. ഏതൊരു ലിമിറ്റ് ആണെങ്കിലും ലിക്വിഡ്, പ്ലാസ്റ്റിക്, മറ്റേ സാധനം, ഷ്രിങ്കേജ് എല്ലാം ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് പറയുന്നത് എന്താണ് ശരിക്കും? ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആർ ആക്ച്വലി എന്താണ്, ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്താണ്? ദേ ആർ ദി ഇൻഡെക്സിങ് പ്രോപ്പർട്ടീസ് ടു ദി എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി. മനസ്സിലായോ? എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടിയിലേക്കുള്ള ചൂണ്ടുപലകെ വിരലിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മളെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് പറയാം. അപ്പോൾ നമ്മുടെ ഈ സാധനം എന്താണ്, ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നതാണല്ലോ. സ്ട്രെങ്ത് ആണ് സോയിലിന് വേണ്ടത്. സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ മണ്ണിടിയലും ബിൽഡിങ്ങിന്റെ താഴെയുള്ള മണ്ണൊക്കെ അങ്ങനെ സെറ്റിൽ ആവുന്നൊക്കെ. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് ഷിയർ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ആക്ച്വലി പറയുന്നത് ഇവര് ലിക്വിഡ് ലിമിറ്റിന്റെ വാല്യൂ കൂടുതലാന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെങ്ത് കുറവായിരിക്കും, അങ്ങനെയാണ് നമ്മൾ പറയാം. ലിക്വിഡ് ലിമിറ്റ് കൂടുതലാണെങ്കിൽ, അതായത് അത്രയും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തുക എന്നല്ലേ എൻ്റെ അർത്ഥം.
വെള്ളം പോലെ ആവുകയാണ്, മണ്ണ് എന്നാണ് അർത്ഥം. അത് നല്ലതാണോ? അങ്ങനെ ശരിയല്ലല്ലോ. അപ്പൊ ലിക്വിഡ് ലിമിറ്റ് ഒരു സോയിലിന് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഷിയർ സ്ട്രെങ്ത് കുറവാണ്. അതാണ് ഇതിന്റെ ഒരു, അങ്ങനെയാണ് ഇത് ഇറ്റ് ഈസ് ജഡ്ജ്മെന്റൽ ടുവേർഡ്സ് ദി എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി. ക്ലിയർ? അപ്പൊ രണ്ട് ക്ലേ തന്നിട്ട് ഒരു ക്ലേക്ക് ലിക്വിഡ് ലിമിറ്റ് 20%, മറ്റേ ക്ലേക്ക് 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20%കാരൻ കമ്പാരിറ്റീവ്ലി ഹൈ ഷിയർ സ്ട്രെങ്ത് ആയിരിക്കും. അതായിരിക്കും നല്ല സോയില്. അവിടെ പിന്നെയും കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യാം. മറ്റേ 80%കാരൻ സോയിലിന്റെ ലൊക്കേഷൻ നല്ലതല്ല. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതൊക്കെയാണ്. അത് വട്ടെവർ കാസഗ്രാൻഡ് വെച്ച് ചെയ്താലും കോൺ പെനിട്രോമീറ്റർ വെച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് അതാണ് ഇൻഡ്യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു. ഇനി പ്ലാസ്റ്റിക് ലിമിറ്റിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഇത് ഇങ്ങനെ ചെയ്യുന്നു. അതിന്റെ ഇത് അന്ന് ഞാൻ ക്ലാസ്സിൽ ഇത് വിടാൻ വിട്ടുപോയി. അപ്പൊ ഇതൊന്നുമില്ല. ഇത് നമ്മൾ ഇത് ത്രെഡ് ഉണ്ടാക്കിയിട്ട് ക്രംബിൾ ചെയ്യുമ്പോൾ അതിനെ എടുത്തിട്ട് വൈറ്റ് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുന്നു, ഓവനിൽ കൊണ്ടുവയ്ക്കുന്നു, നാളെ വന്നിട്ട് ഡ്രൈ വെയിറ്റ് എടുക്കുന്നു. അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ഇക്വേഷൻ എഴുതിയില്ല, അത് ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്ത് വിടാം കേട്ടോ. അതായത് ഒന്നുമില്ല, ഇതിൽ അത് എഴുതാൻ വിട്ടുപോയി. ഞാൻ അത് ഒന്നും കൂടി കൂട്ടിച്ചേർക്കാം കേട്ടോ. അപ്പൊ അതെന്താണ്? ക്രംബിളായി പോയാൽ കളക്ട് ചെയ്തിട്ട് അതിന്റെ വാട്ടർ കണ്ടന്റ് അസസ് ചെയ്യണം എന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. അത് 5ാമത്തെ ലൈൻ. ഈ വാട്ടർ കണ്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഓവനിൽ കൊണ്ടുവച്ചിട്ടാട്ടോ. അപ്പൊ അതിനെ തന്നെയാണ് നമ്മൾ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് എഴുതണം? വെറ്റ് വെയിറ്റിന് നോട്ട് ചെയ്യണു, നാളെ ഡ്രൈ വെയിറ്റ് നോട്ട് ചെയ്യുന്നു. അതിന്റെ ബേസിലല്ലേ ഓവൻ ഡ്രൈയിൽ നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ ഒറ്റ ഒരു ത്രെഡ് അല്ല ഉണ്ടാക്കുക. നമ്മൾ നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ലാബിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 3 പേരും ചെയ്യും ഒറ്റ സോയിലിൽ. എന്നിട്ട് അതിന്റെ ആവറേജിൽ എടുക്കുക. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഷ്രിങ്കേജ് ലിമിറ്റ് പറഞ്ഞപ്പോ നമ്മൾ ഇതെല്ലാം പറഞ്ഞു. മെർക്കുറി ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് എന്നാണ് ഇതിന് പറയുക. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി പറയുന്നില്ല. അപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും ഇതെന്തായാലും വേണം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ അത് കണ്ടോ, ഇതാണ്, ഇത് സെയിം തന്നെയാണ്. അതിന്റെ ഇക്വേഷൻ ഇതാണ്. ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ SL എന്ന് പറയാം, ഓർ WS എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതല്ലേ ലിക്വിഡ് ലിമിറ്റ് പറയുമ്പോൾ LL എന്ന് പറയാം, ഓർ WL എന്ന് പറയാം. 2 നൊട്ടേഷൻസ് ഉണ്ട്. ഇനി ഇങ്ങനെ ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആരാ വയ്ക്കുക? സാനി ഒന്ന് വായിച്ചോ. An undisturbed soil sample of clay brought from the field was noted to have a volume of 18.0 cc and weight of 30.8 gram. On oven drying, the weight of the sample was reduced to 20.5 gram. The volume of dried sample as obtained by displacement of mercury was 12.5 cc. Calculate shrinkage limit. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഷ്രിങ്കേജ് ലിമിറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾ ഇപ്പൊ തന്നെ ബൈ ഹാർട്ട് ആക്കിയിട്ട് ഉണ്ടായിരിക്കണം. ഷ്രിങ്കേജ് ലിമിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഷ്രിങ്കേജ് ലിമിറ്റ് ഈക്വൽ ടു വെറ്റ് വെയിറ്റ് മൈനസ് ഡ്രൈ വെയിറ്റ് ഇൻ ബ്രാക്കറ്റ് മൈനസ് വോളിയം ഓഫ് വെറ്റ് വെയിറ്റ് മൈനസ് വോളിയം ഓഫ് ഡ്രൈ വെയിറ്റ്. അപ്പൊ ഈ രീതിയിൽ മതി കേട്ടോ. വോളിയം ഓഫ് ഡ്രൈ വെയിറ്റ് ഇൻറ്റു ഇത് റോ W എന്ന് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അത് ടെക്സ്റ്റ് ബുക്കിൽ എല്ലായിടത്തും ഗാമ W എന്ന് കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് റോ W ആണ്. അതായത് 1 gram per cc ആണ്. കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് അവര് 1 gram per cc എന്നാണ് നമ്മളത് ചെയ്യാം. അപ്പൊ റോ W എന്ന് എഴുതിയാൽ മതി. റോ W/WD എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പൊ അതില് എന്താണ് വെറ്റ് സോയിലിന്റെ വെയിറ്റ് എത്രയാ? വെറ്റ് സോയിൽ സാമ്പിൾ വാസ് ബ്രോട്ട് ഫ്രം ദി ഫീൽഡ് എന്ന് കൊണ്ടുവന്നു, എന്നിട്ട് അതിന്റെ വെയിറ്റ് എടുത്തു എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി എന്താണ്? വെറ്റ് വെയിറ്റ് ആണ്. ക്ലിയർ ആണോ? നമ്മൾ ഉണക്കിയില്ലല്ലോ, ജസ്റ്റ് കൊണ്ടുവന്നു, അതിന്റെ വെയിറ്റ് എടുത്തു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് വെറ്റ്സ്. അപ്പൊ 30.8. ക്ലിയർ അല്ലേ? ഇനി ഓവനിൽ വെച്ചപ്പോൾ അതിന്റെ വെയിറ്റ് എത്രയായി? 20.2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ഡ്രൈ വെയിറ്റ് ആണത്. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ വെറ്റ് വെയിറ്റ് കിട്ടി. ഏതാണ് വെറ്റ് വെയിറ്റ്? W1. WD എന്ന് പറയുന്നത് ഡ്രൈ വെയിറ്റ് ആണ്. അപ്പൊ അതും കിട്ടി, WDയും കിട്ടി. ഇനി നമുക്ക് എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണ് അല്ലെ? ഇവര് പറയുന്നത് ഈ ഫസ്റ്റ് ലൈൻ നോക്കൂ. ആ വെറ്റ് സോയിലിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. എത്രയാണ്? 18 cm3. ഡ്രൈയുടെ വെയിറ്റ് തന്നിട്ടുണ്ട് 12.5 cc. ഓക്കെ, അത് നിങ്ങൾ ചെയ്യില്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W1 അറിയാം, കുറഞ്ഞ വെയിറ്റ് WD, ഇനി മൈനസ് V1 എന്ന് പറയുമ്പോൾ കൂടിയ വോളിയം V1, കുറഞ്ഞ വോളിയം VD. ഇനി ഇതെന്ന് പറയുന്നത് 1 gram per cc തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഉത്തരം കിട്ടും. ഇതിപ്പോൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, സിമ്പിൾ അല്ല. അപ്പൊ നമുക്കിത് ഇങ്ങനെ പറഞ്ഞു പോവാം. ഇവിടെ എന്താണ്? ഇവിടെ റോ W എന്ന് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. കാരണം
1 gram/cc ആണ് നമ്മൾ അവിടെ ഇടുക കേട്ടോ. അപ്പോൾ ഗാമ ഡബ്ല്യു എന്ന് എഴുതണ്ട, ടെക്സ്റ്റ് ബുക്കിലൊക്കെ എന്താ തെറ്റായിട്ട് തോന്നുന്നു എഴുതിയിരിക്കണേ. നമുക്ക് റോ ഡബ്ല്യു തന്നെ എഴുതാം, കാരണം അങ്ങനെയാണ് നമ്മുടെ ലാബിലൊക്കെ നമ്മൾ എഴുതാറ്. എന്താ ഡിവൈഡഡ് ബൈ ഡ്രൈ ഇതാണ് എടുക്കുന്നത്, അല്ല ഡ്രൈ അല്ല, ഓക്കെ അതിന് ഡ്രൈ വെയിറ്റ് ആണ് ഇവിടെ 20.5 കുറഞ്ഞ വെയിറ്റ് കേട്ടോ. അപ്പോൾ കിട്ടുന്ന ശതമാനം ഇൻറ്റു 100 ആണ്, അതായത് 23.41% നിങ്ങൾക്ക് കിട്ടണം. ഇന്ന് ക്ലാസ്സിന് ശേഷം ഇതൊന്ന് നോട്ടിലേക്ക് എഴുതുക, കിട്ടുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നിതു, ഇതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇനി ഇതുവരെ ലിമിറ്റ്സ് ഒക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആറ്റർബർഗ്, അതായത് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് ഓർ ആറ്റർബർഗ് ലിമിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഇൻഡെക്സുകൾ പഠിക്കണം, ഇത് പഠിച്ചേ പറ്റൂ. ഫ്ലോ ഇൻഡെക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ, ഫ്ലോ കർവിന്റെ സ്ലോപ്പാണ് ഫ്ലോ ഇൻഡെക്സ്. അപ്പൊ ആ ഇൻഡെക്സ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്തൊരു ഇൻഡെക്സ് പറയുന്നത് ഇത്രയൊന്നും വേണമെന്നില്ല, വേണമെങ്കിൽ ഞാനത് എനിക്കിത് കട്ട് ചെയ്ത് തരാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇത് മാത്രമേ പഠിച്ചാൽ മതി, മനസ്സിലായോ? കട്ട് ചെയ്ത് പഠിച്ചത് ഞാൻ തന്നെ മീൻസ് കുറച്ച് കണ്ടന്റ് തരണല്ലോ എന്ന് വെച്ച് തന്നതാണ്. ആക്ച്വലി നിങ്ങൾ ഇതിൽ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, മനസ്സിലായോ? ലിക്വിഡ് ലിമിറ്റ് അറിയാം, പ്ലാസ്റ്റിക് ലിമിറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചുവെങ്കിൽ അതിന്റെ ഡിഫറൻസിനെയാണ് പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ദ കൺസിസ്റ്റൻസി ഇൻഡിസസ്. കൺസിസ്റ്റൻസി ഇൻഡിസസിലെ രണ്ടാമനാണ് പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ്. ഈ രണ്ട് ലിമിറ്റ്സിനെ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതൊക്കെ വായിക്കണമെന്നുള്ളവർ ഇതൊന്ന് വായിച്ചു നോക്കി. അതിന്റെ റിലവൻസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, അതിനൊന്നും വലിയ ആവശ്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം, ഈ വാല്യൂ കൂടുതലാണെങ്കിൽ പ്ലാസ്റ്റിസിറ്റി കൂടുതലാണെന്നാണ് അർത്ഥം. അതായത് ഇത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് അല്ലേ, അതായത് എന്താ നല്ല ഒട്ടലുള്ള ക്ലേ ആണെന്നാണ് അതിന്റെ അർത്ഥം. അതായത് പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് കൂടുന്നത് സിവിൽ എഞ്ചിനീയേഴ്സിന് ഇഷ്ടപ്പെടില്ല. സിവിൽ എഞ്ചിനീയറിംഗ് വർക്കിന് നല്ലതല്ല പ്ലാസ്റ്റിറ്റി കൂടുന്നത്. അതായത് ലിക്വിഡ് ലിമിറ്റ് കൂടുമ്പോഴാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് കൂടുക. അപ്പൊ ലിക്വിഡ് ലിമിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഷിയർ സ്ട്രെങ്ത് കുറയും. പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് കൂടുക എന്ന് പറയുമ്പോൾ ആ ഒരു നന്നായിട്ട് നമുക്ക് തന്നെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. അതിപ്പോൾ ഈ ക്ലേ വർക്കൊക്കെ ചെയ്യുന്ന അങ്ങനെ കുട്ടികൾ ക്ലേ വർക്കൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അത് നല്ലതായിരിക്കും. പക്ഷെ അങ്ങനെ ബിഹേവിയർ കാണിക്കുന്ന ക്ലേന് നമുക്കത് അത്ര നല്ലതല്ല. കാരണം മഴ വരുമ്പോൾ വെള്ളം ഒരു ബിഹേവിയർ കാണിക്കുന്നു അല്ലേ, സ്വെല്ലിങ്ങും ഷ്രിങ്കേജും ഒക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് വരും, അതാണ്. അപ്പൊ അത് ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന്റെ സംഭവമാണ് പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ്. ഇക്വേഷൻ എന്തായാലും പഠിച്ചു, ഇത് അത്യാവശ്യം പഠിക്കണം കേട്ടോ. ഇനി ഇത് പഠിക്കണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വെച്ചെന്ന് മാത്രം. ഷ്രിങ്കേജ് ഇൻഡെക്സ് ഇത് ജസ്റ്റ് പഠിക്കാൻ പറ്റിയവർ പഠിച്ചോ. ഇത് വേറൊരു ലിമിറ്റ് ഇൻഡെക്സ് ആണ്, കൺസിസ്റ്റൻസി ഇൻഡിസസ്. ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇനി ഇത് പക്ഷേ മേ ബി 7 മാർക്കിന്റെ ക്വസ്റ്റ്യനിലൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട്. ഒരു വലിയ പ്രോബ്ലം തന്നിട്ട് ഫൈൻഡ് ദി കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്നൊക്കെ അങ്ങനെ ചോദിക്കാം, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതിൽ പോലും ഇത് വരുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത ഒരു സാധനത്തിനെ നോക്കണം, ദാറ്റ് ഈസ് ലിക്വിഡിറ്റി ഇൻഡെക്സ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഒരേപോലത്തെ ആൾക്കാർ തന്നെയാണ്, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതിൽ ഇതുള്ളത് ഉണ്ട്. അപ്പൊ പഠിക്കാം, പറഞ്ഞ പോലെ എല്ലാം പഠിക്കാനൊന്നും ബുദ്ധിമുട്ട് തന്നെയാണ്, പറ്റാവുന്നതേ പഠിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കാം കേട്ടോ. അപ്പൊ ലിക്വിഡിറ്റി ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്താ? LL എന്ന് പറയും, ഓർ IL ഇൻഡെക്സ് ആണല്ലോ, ഇൻഡെക്സിന്റെ ഐയും എല്ലിന്റെ ലിക്വിഡിറ്റിയുടെ എല്ലും കൂടിയിട്ട് IL എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ മറ്റേ രീതിയിൽ നമ്മൾ പറയില്ലേ, എല്ലും ഐയും കൂട്ടിച്ചേർത്തിട്ട് LI എന്ന് പറയാം. അപ്പൊ ദാറ്റ് ഈസ് ലിക്വിഡിറ്റി ഇൻഡെക്സ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇത് പഠിച്ചാൽ മതി. ഇത് കണ്ടോ, ഇത് പഠിച്ചാൽ മതി കേട്ടോ. ഇത് എന്ന് പറയുന്നത് എന്താ? നാച്ചുറൽ മോയ്സ്ചർ കണ്ടന്റ്. ആ സോയിലിന് ഒരു നാച്ചുറൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ അല്ലേ, ഒരു മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വെയിറ്റ് നോട്ട് ചെയ്തിട്ട് നാളെ ഓവനിൽ കൊണ്ട് വെച്ച് കിട്ടുമ്പോഴത്തെ ഡിഫറൻസ്, അതിൽ എത്ര ജലാംശം ഉണ്ട് എന്നുള്ളത്, ദാറ്റ് ഈസ് ദ നാച്ചുറൽ മോയ്സ്ചർ കണ്ടന്റ്. അതിൽ നിന്ന് പ്ലാസ്റ്റിക് ലിമിറ്റ് മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് ചെയ്താൽ കിട്ടുന്ന ഇൻഡിസസിനെയാണ് നമ്മൾ എന്ത് പറയുക, ലിക്വിഡിറ്റി ഇൻഡെക്സ്. ഇക്വേഷൻ കാണാതെ പഠിക്കുക, ഇതൊന്നും പഠിക്കേണ്ട കേട്ടോ, ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ലിക്വിഡ് ലിമിറ്റ് ഇൻഡെക്സ് പറയുമ്പോൾ W മൈനസ് WP ഡിവൈഡഡ് ബൈ IP ആണ് ലിക്വിഡിറ്റി ഇൻഡെക്സ് കേട്ടോ. ഇനി എന്താണ് അതന്നെ എന്തായിരിക്കും ലിക്വിഡിറ്റി ഇൻഡെക്സ്? ചിലപ്പോൾ 0 ആയിരിക്കും. 0 എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ 1 ആയിരിക്കും. അപ്പം അതിൻ്റെയൊക്കെ റിലവൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലിക്വിഡിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ വാട്ടർ കണ്ടന്റ് കൂടുതലാണ് കമ്പയർഡ് ടു ദി പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ സോയിൽ ലിക്വിഡ് സ്റ്റേറ്റിലാണെന്നുള്ള അർത്ഥം വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ആ മണ്ണിന്റെ വാട്ടർ കണ്ടന്റ് കുറവാണ് കമ്പയർഡ് ടു, അതായത് മണ്ണിന്റെ വാട്ടർ കണ്ടന്റ്
ലിക്വിഡിറ്റി ഇൻഡെക്സ് 0 ലെസ് ദാൻ 0 ഒക്കെ ആണെങ്കിൽ സോയിൽ ഹാർഡ് ആണെന്നൊക്കെ അർത്ഥം വരും. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ? അപ്പം ഇതുവരെ പഠിച്ചത് നമ്മൾ എന്താണ് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് എന്താണ്, ലിക്വിഡ് ലിമിറ്റിന്റെ ഒരു പുതിയ ടെസ്റ്റ് നമ്മൾ പഠിച്ചു, അത് എന്തായാലും പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷ്രിങ്കേജ് പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ സംഭവം കണ്ടു. പിന്നെ നമ്മൾ എന്ത് കണ്ടു? ഷ്രിങ്കേജ് ലിമിറ്റിന്റെ കാര്യം ക്ലാസ്സിൽ പറഞ്ഞതുണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും പഠിക്കണം. ഒരു കുഞ്ഞു പ്രോബ്ലം കണ്ടു. അതിൻ്റെ ശേഷം കൺസിസ്റ്റൻസി ഇൻഡിസസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് കണ്ടു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പോകുന്നത് ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഇതിൻ്റെ സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ മറ്റേത് പഠിച്ചു അല്ലേ? എന്തായിരുന്നു പഠിച്ചത്? ഇങ്ങനെ പഠിച്ചില്ലേ? ഗ്രാവൽ ആണെങ്കിൽ വെൽ ഗ്രേഡഡ് ഗ്രാവൽ എന്നുള്ള പേരിടുന്നത് എങ്ങനെ? നോമൻക്ലേച്ചർ ഓഫ് ദി ക്ലേ. അതായത് ഒരു ഗ്രാവൽ, ഒരു ചരല് പോലത്തെ മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഗ്രഡേഷൻ വെൽ ഗ്രേഡഡ് ആണെങ്കിൽ നമ്മൾ ആ പാർട്ടിക്കിൾ സൈസ് നോക്കി CuCUവിന്റെ ബേസിൽ അല്ലേ അങ്ങനെയൊക്കെ കണ്ടാൽ നമ്മൾ വെൽ ഗ്രേഡഡ് ആണോ? ഇനി ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തില്ലെങ്കിൽ പുവർലി ഗ്രേഡഡ് ആണ്. സാൻഡ്, ഇതൊക്കെ പഠിച്ചതാട്ടോ നമ്മൾ. സാൻഡിന്റെ സംഭവം പഠിച്ചു, ഇതൊക്കെ പഠിച്ചു. ഇനി ഇതേപോലെ പേര് നമുക്ക് ആർക്കിടണം? നമ്മുടെ ഫൈൻ ഗ്രെയിൻ സോയിലിന് ഇടണം. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒരു പരിപാടിയിലേക്കുള്ള നോമൻ ക്ലേച്ചർ ആണ് നമുക്ക് ഇനി എടുക്കാനുള്ള അടുത്ത ടോപ്പിക്. ക്ലിയർ അല്ലേ? അപ്പൊ അത് ഇതേപോലെ തന്നെ പഠിക്കണം, വളരെ വൃത്തിയായിട്ട് പഠിക്കണം. അതിൽ നിന്ന് സിലബസിൽ അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും പ്രോബ്ലംസ് ഉണ്ടാവും. ഇതുവരെയുള്ള ടോപ്പിക്കിലൊന്നും അവർ അങ്ങനെ പറയുന്നില്ല കേട്ടോ, പ്രോബ്ലംസ് എടുത്ത് പറയുന്നില്ല. മനസ്സിലായോ? ഇതില് പ്രോബ്ലംസ് എടുത്ത് പറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ പ്രോബ്ലം പഠിച്ചേ പറ്റൂ. ഭയങ്കര സിമ്പിളാ, പക്ഷെ അതിന്റെ നാക്ക് കിട്ടണമെന്ന് മാത്രം. ഒരു മിനിറ്റ് ട്ടാ. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഫൈൻ ഗ്രെയിൻ സോയിലിന്റെ കാര്യമാണ് പഠിക്കുന്നത് അല്ലെ? ഫൈൻ ഗ്രെയിൻ സോയിൽ, കോഴ്സ് ഗ്രെയിൻ സോയിലിന്റെ പേരിടൽ കഴിഞ്ഞല്ലോ. ക്ലേയുടെ ഗ്രാവലിന്റെ സാൻഡിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഫൈൻ ഗ്രെയിൻ സോയിൽ ആയിട്ടുള്ള ആരാണ് ഫൈൻ ഗ്രെയിൻ സോയിൽ? ക്ലേയുടെ നൊട്ടേഷൻ C. സിൽട്ടും ഇതിൽ വരുന്നതാണ് അല്ലെ? നമ്മുടെ പുഴയുടെ അവിടെ വരുന്ന കറുത്ത പൊടിയാണ് സിൽട്ട്. അപ്പൊ സിൽട്ടിന് M എന്നാണ്. പക്ഷെ നമുക്ക് CM എന്നുള്ള പേരല്ല നമ്മൾ ഇപ്പൊ പറയാറുണ്ട്. ഗ്രാവൽ വെൽ ഗ്രേഡഡ് നമ്മൾ GW. നമ്മൾ ഒരാളുടെ പേര് പറയുമ്പോൾ ഫുൾ പേര് പറയുന്ന പോലെ അച്ഛന്റെ പേരും മകന്റെ പേരും പറയണം അല്ലെ? അപ്പൊ എന്താണ് ഈ ക്ലേ എന്ന് പറയുമ്പോൾ ക്ലേയുടെ കൂടെ എന്തോ ഒരു വാക്ക് കൂടി ചേർക്കണം. സിൽട്ട് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സിൽട്ടിന്റെ കൂടെ ഒരു വാക്ക് കൂടി ചേർക്കണം. അപ്പൊ അതെന്ന് പറയുന്നത് മറ്റേതല്ല, ഏതല്ല, ഈ പുവർലി ഗ്രേഡഡ് മറ്റേ എന്താ പറയുന്നത് വെൽ ഗ്രേഡഡ് നമ്മുടെ WP എന്ന് പറയുന്ന സംഭവങ്ങളല്ല ഇതിന്റെ പേരിന്റെ കൂടെ ചേർക്കേണ്ടത്. വേറൊരു സംഭവമാണ് ചേർക്കേണ്ടത്. ആ വേറെ സംഭവം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസിസ്റ്റൻസി ലിമിറ്റ്സിന്റെ ഇൻപുട്സിൽ നിന്നുള്ള കുറച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പേരാണ് ചേർക്കേണ്ടത്. മനസ്സിലായോ? കാരണം ഈ ഫൈൻ ഗ്രെയിൻ സോയിലിന് മാത്രം എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ലിമിറ്റ്സ്. കൺസിസ്റ്റൻസി ലിമിറ്റ്സ് പറയുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. കൺസിസ്റ്റൻസി ലിമിറ്റ്സ് ആർക്കേ ഉള്ളൂ? ക്ലേക്കും സിൽട്ടിനും ഉള്ളൂ. അപ്പൊ കൺസിസ്റ്റൻസി ലിമിറ്റ്സ് ആയിട്ടുള്ള ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലേയുടെ ഫുൾ പേര് കൊടുക്കുന്നത്. കാരണം നമ്മൾ ആദ്യമേ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്ന എന്താണ് IS നോമൻക്ലേച്ചർ. നമ്മൾ സോയിലിന്റെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നോമൻക്ലേച്ചർ ചെയ്യാനായിട്ട് എന്ത് വേണം? നമ്മുടെ ഈ കൺസിസ്റ്റൻസി ലിമിറ്റ്സിന്റെ വിവരങ്ങൾ വേണം. അപ്പൊ നമ്മൾ എന്ത് വേണം? ഈ ക്ലേ C എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ ഒരു സംഭവം ലിക്വിഡ് ലിമിറ്റിന്റെ അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അല്ലോ അത് മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണത് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് എന്ന് കിട്ടാൻ എന്താണ് അതിന്റെ കൂടെ ചേർക്കാൻ പോകുന്നത്? അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഫൈൻ ഗ്രെയിൻ സോയിലിന്റെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ സിൽട്ട് എന്ന് പറയുമ്പോൾ എന്താ? M, ക്ലേ C, പിന്നെ സിൽട്ടും ക്ലേയും അല്ലാത്ത ഒരാളും കൂടി നമ്മൾ ഫൈൻ ഗ്രെയിൻ സോയിലിൽ പറയാറുണ്ട്. അതായത് ഈ ഹ്യൂമസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹ്യൂമസ് ആർക്കെങ്കിലും അറിയോ? ഹ്യൂമസ് എന്താണെന്ന് അറിയുന്നവരെ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ഹ്യൂമസ്, HUMUS എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നിതു കേട്ടിട്ടുണ്ടോ? ആരതി കേട്ടിട്ടുണ്ടോ?
HUMUS. ആ പറയൂ. ആര് പറഞ്ഞല്ലോ? ആരാ മൈക്കോണ ഇത് കേട്ടുണ്ടോ? ഹ്യൂമസ് എന്നുള്ളത് ഈ നമ്മൾ ചെടികളും ഒക്കെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ ആ ടോപ്പ് ലെയറിലൊരു വേസ്റ്റ് പോലത്തെ വരില്ലേ, അതിനെയാണ് നമ്മൾ ഹ്യൂമസ് പറയുക. ആ ഒരു വെജിറ്റേഷൻ അതിങ്ങനെ ഡിക്കേ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഹ്യൂമസ് അംശമുണ്ടെങ്കിൽ കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യാം എന്ന് പറയില്ലേ, ആ ഒരു സംഭവത്തിനെയാണ് ഹ്യൂമസ് എന്ന് പറയുക. അപ്പൊ ഹ്യൂമസ് കണ്ടന്റ് ഉള്ള മണ്ണിനെ നമ്മൾ എന്ത് പറയും? ഈ ഓർഗാനിക് മാറ്റർ വന്ന് അടങ്ങിയിട്ടുള്ളതിനെ നമ്മൾ ക്ലേ എന്നും സിൽട്ടൊന്നും പറയില്ല, അതിനെ ഒരു ഓർഗാനിക് സോയിൽ എന്നുള്ള ഗണത്തിലാണ് പെടുന്നത്. അപ്പൊ നമ്മൾ ഇനി പറയുന്നത് ഈ ഫൈൻ ഗ്രെയിൻ സോയിലിനെ തന്നെ 3 ആയിട്ട് പറയാം. അപ്പൊ അതിന്റെ ഫുൾ പേരാണല്ലോ നമ്മൾ ഇടാൻ പോകുന്നത് അല്ലെ. IS നോമൻക്ലേച്ചർ പ്രകാരം ഒരു ഫുൾ നെയിമിംഗ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ആർക്ക്? ഇതിന് സിൽട്ട്. ഇവിടെ സിൽട്ട് എന്ന് വായിക്കണം കേട്ടോ, സിൽട്ടിന്. ഓക്കെ. ഇനി അതുപോലെ വെരി ഫൈൻ സാൻഡിനും അവർ പറയുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യണ്ട, നമുക്ക് സിൽട്ട് എന്ന് എടുത്താൽ മതി, കാരണം അത് പോട്ടെ. സിൽട്ടിനാണ് നമ്മൾ പേരിടുന്നത്. അപ്പൊ M എന്നുള്ളതാണ്. ക്ലേ എന്ന് മാത്രം നോട്ട് ചെയ്യുക, അത് C ആണ്. ഇനി ഇത് ഓർഗാനിക് മാറ്റർ ഹ്യൂമസ് അടങ്ങിയിട്ടുള്ള മണ്ണും ഉണ്ടായിരിക്കും, അപ്പൊ അതിനെ നമ്മൾ O. അപ്പൊ ഈ ഒരു സംഭവങ്ങളെ പകുതി പേര് ഇതാണ്. ഇപ്പൊ അല്ലെ, അച്ഛൻ്റെയും മോൻ്റെ പേരുണ്ടെങ്കിൽ മോന്റെ പേര് കിട്ടി, ഇനി അച്ഛന്റെ പേര് കിട്ടണം. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. ഈ M എന്നുള്ളത് അറിഞ്ഞു, എമ്മിന്റെ കൂടെ ആരാണ് ചേരുക, സർനെയിം എന്താണ് വരുന്നത് എന്നുള്ളത് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതായത് ഇതിൽ നമ്മൾ പറയുന്നത് സിൽട്ട്, അതായത് നമ്മൾ ഒരു വാക്ക് നമ്മൾ യൂസ് ചെയ്യണം. അതായത് ലോ കംപ്രസിബിലിറ്റി, മീഡിയം കംപ്രസിബിലിറ്റി, ഹൈ കംപ്രസിബിലിറ്റി. അതായത് ലോ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഒരു മണ്ണിൽ ക്ലേ എടുത്തിട്ട് നമ്മൾ അതിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് സെറ്റിൽ, അത് നമ്മുടെ വിരൽ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്ലഞ്ച് ആയി പോയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊരു ഇതെടുത്തു അല്ലെ, നമ്മൾ കളിമണ്ണ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു വിരലങ്ങോട്ട് താത്തിയപ്പോൾ നന്നായിട്ട് നമ്മൾ എന്താ ചെയ്താ, നന്നായി നമ്മുടെ വിരൽ പൂണ്ടിറങ്ങി പോയെങ്കിൽ അതിന് കംപ്രസിബിലിറ്റി കൂടുതലാണെന്ന് അർത്ഥം. ഭയങ്കര കംപ്രസിബിൾ ആണ്. മനസ്സിലായോ? നീ നമ്മളെ വിരൽ അത്ര ഒന്നും ഇതായില്ലേ, ജസ്റ്റ് ഒന്ന് പകുതി പോയില്ലെങ്കിൽ മീഡിയം കംപ്രസിബിലിറ്റി എന്നാണ് അർത്ഥം കേട്ടാ. മനസ്സിലായോ? അപ്പൊ ലോ കംപ്രസിബിലിറ്റി നമ്മുടെ വിരൽ പോകുമ്പോൾ അത് താഴ്ന്നേ ഇല്ലെങ്കിൽ ലോ കംപ്രസ്, അതായത് കുറച്ചും കൂടി സ്റ്റിഫ് ആണെന്നാണ് അർത്ഥം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇങ്ങനെയൊന്നുമല്ല പറയണ്ടേ, മീൻസ് ശരിക്കും ചെയ്യണ്ടേ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായോ? പറഞ്ഞത് അർത്ഥം മനസ്സിലായോ? ക്ലേ സിൽട്ട് എടുത്തിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പൊ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പ്ലഞ്ചർ അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് ഇതാവുകയാണെങ്കിൽ അതാണ് പറയാം. മനസ്സിലായോ? ഇനി ഇങ്ങനെയാണെങ്കിലും നമ്മൾ അത് ലോ കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് ലോ കംപ്രസ്, നമ്മൾ അങ്ങനെ വിരൽ ഇത് ചെയ്തിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഒരു ഇത് സംഭവം അങ്ങോട്ട് പറയാണ്. അതായത് നമ്മൾ ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കുമല്ലോ സോയിലിന്റെ, ആ ലിക്വിഡ് ലിമിറ്റ് നിങ്ങളുടെ സോയിൽ സാമ്പിളിന്റെ 35 താഴെയാണ് വന്നതെങ്കിൽ എന്താണ് നമ്മൾ എന്ത് പറയും? ലോ കംപ്രസിബിലിറ്റി എന്ന് പറയും. ക്ലിയർ ആണോ? ആർദ്ര മനസ്സിലായെങ്കിൽ ഒന്ന് പറയൂ. മൈക്കോണ ഇതൊന്ന് പറഞ്ഞേ. നമ്മൾ കണ്ടുപിടിച്ച സോയിലിന്റെ ലിക്വിഡ് ലിമിറ്റ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ആ ശരി. നിങ്ങളൊരു സോയിൽ എന്ന് പറഞ്ഞാൽ ക്ലേ സോയിൽ ആവാം, സിൽട്ട് എന്തെങ്കിലും ആവാം. ക്ലേയും സിൽട്ടിനും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ലിക്വിഡ് ലിമിറ്റ് 35% ചോടെ വന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് അങ്ങനെ പറയണം, ലോ കംപ്രസിബിൾ സോയിൽ ആണെന്ന് പറയും. ഇനി നിങ്ങളുടെ ലിക്വിഡ് ലിമിറ്റ് 35 to 50 ഇടയിലാണെങ്കിൽ മീഡിയം ആണ്. 50%-നേക്കാളും കൂടുതലാണെങ്കിൽ ഭയങ്കര പൊട്ട സോയിലാണ്, അതായത് ഭയങ്കര വീക്ക് സോയിലാണ്, ഹൈ കംപ്രസിബിൾ ക്ലേ ആണ്. അവിടെ നമ്മൾ കൺസ്ട്രക്ഷനെ നടത്താൻ പാടില്ല. കാരണം എന്താണ്? അവിടെ വീട് വെച്ചാൽ വീട് താത്തിക്ക് പോകും. മനസ്സിലായോ? അത് സെറ്റിലായി പോയിക്കോളും. മീൻസ് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. വെരി വീക്ക് ക്ലേ എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ? അപ്പൊ ഇത് നിങ്ങൾ കാണാതെ ഇത് കുറെ പറഞ്ഞില്ലേ, കുറെ കാണാതെ പഠിക്കണം. അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കോ. പരീക്ഷ അടുത്ത ആഴ്ചയാണ്, ഒരു ദിവസം മാത്രമേ ഗ്യാപ്പ് ഉള്ളൂ. അപ്പൊ ഇതൊക്കെ പഠിക്കുക കേട്ടോ. ലോ കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? 35 ചോടെയാണെങ്കിൽ. മീഡിയം എന്ന് പറയുമ്പോൾ ഇതാണ് 35 to 50 ആണ്. ഇനി ലോ ആണെങ്കിൽ നമ്മൾ L എന്നുള്ളതാ കൊടുക്കുക. L എന്നുള്ള ക്യാപിറ്റൽ ലോയുടെ L കൊടുക്കും. ഇനി മീഡിയം ഓർ ഇന്റർമീഡിയറ്റ് ഞാൻ ഇവിടെ അത് മാറ്റാം കേട്ടോ. ഇന്റർമീഡിയറ്റ് എന്നും പറയാലോ. ഇന്റർമീഡിയറ്റ് കംപ്രസിബിലിറ്റി ആണെങ്കിൽ I എന്നുള്ള വാക്കാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഹൈ കംപ്രസിബിലിറ്റി ആണെങ്കിൽ H എന്നുള്ള വാക്ക്, അത് ഇവിടെ എഴുതാൻ വിട്ടുപോയി, ഞാനത് സ്ലൈഡിൽ ആഡ് ചെയ്യാം, കട്ടായി പോയതാണ്. ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ H ആണ്. മനസ്സിലായോ? ഇനി നിങ്ങളൊരു മണ്ണെടുത്തു, മണ്ണ് 75 മൈക്രോണിലൂടെയൊക്കെ മണ്ണെടുത്തിട്ട് മണ്ണ് ക്ലേ ആണെന്ന് മനസ്സിലായി. അത് നമ്മൾ എത്തണേ ഉള്ളൂ. ക്ലേ ആണെന്ന് എങ്ങനെ മനസ്സിലാവും എന്നുള്ളത് നമ്മുടെ പ്രോബ്ലം ഇപ്പൊ ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ക്ലേ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അതിന്റെ ലിക്വിഡ് ലിമിറ്റ് ഒരു 20% വന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ അതിനെ എന്ത് പേര് വിളിക്കും?
നമ്മൾ അതിനെ എന്ത് പേര് വിളിക്കും? നമ്മൾ എന്ത് പേര് വിളിക്കും? ക്ലേ ഓഫ് ലോ കംപ്രസിബിലിറ്റി, CL എന്നാണ് അതിന് പേര് കൊടുക്കുക. ഞാൻ എന്താ പറഞ്ഞേ? ഞാനൊരു സോയിൽ എടുത്തു, അത് ക്ലേ ആണെന്ന് എനിക്ക് മനസ്സിലായി, അതിനെ ലോ കംപ്രസിബിലിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ അതിന്റെ പേര് കൊടുക്കണം. മൈ സോയിൽ സാമ്പിൾ ഇസ് ക്ലേ ഓഫ് ലോ കംപ്രസിബിലിറ്റി, CL എന്നാണ് അതിന്റെ IS നോമൻക്ലേച്ചർ നിങ്ങൾ കൊടുക്കേണ്ടത്, ലേബലിംഗ് കൊടുക്കേണ്ടത്. മനസ്സിലായി? ഇനി ഒരു ക്ലേ ആണെന്ന് മനസ്സിലായിട്ട് മീഡിയം ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പേര് കൊടുക്കണം? ക്ലേ ഓഫ് ഇന്റർമീഡിയറ്റ് കംപ്രസിബിലിറ്റി എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ CI എന്ന് എഴുതുക. ഇനി ക്ലേ ഓഫ് ഹൈ ആണ് അതിന്റെ നമ്മൾ അതിന് എന്ത് പേര് കൊടുക്കണം? CH കിട്ടണം. അപ്പൊ ഒരു മണ്ണ് കിട്ടിയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ പേരിടുക എന്നാണ്. ഒരാളെ കണ്ടാൽ നമ്മൾ അപ്പൊ ആദ്യം പേരല്ല വിളിക്കുക. അതേപോലെ ഒരു മണ്ണ് കിട്ടിയാൽ നമ്മൾ സിം അനാലിസിസും കാര്യങ്ങളും ചെയ്ത് അതിന്റെ പേരിലെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പേരിലെത്തിയ തന്നെ നമുക്ക് അതിന്റെ ഷിയർ സ്ട്രെങ്തും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ. ഇനി സിൽട്ട് ആണ് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിച്ചോളൂ. സിൽട്ട് ആണെന്ന് മനസ്സിലാക്കി. സിൽട്ടിന്റെ ലിക്വിഡ് ലിമിറ്റ് ചെയ്തപ്പോൾ ലോ കിട്ടിയെങ്കിൽ ഒരു 10% ഒക്കെ വന്നെങ്കിൽ നമ്മൾ ML പേര് വിളിക്കും. മനസ്സിലായോ? ഇനി ഇത് 40% നിങ്ങളുടെയെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? MI എന്നാണ്. അതെങ്ങനെ എഴുതണം? സിൽട്ട് ഓഫ് ഇന്റർമീഡിയറ്റ് കംപ്രസിബിലിറ്റി എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ MI എന്ന് എഴുതുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടാ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആർക്ക് പേരിടേണ്ടത്? ഫൈൻ ഗ്രെയിൻ സോയിലിന്റെ നോമൻക്ലേച്ചർ ചെയ്യേണ്ടത്. ഇനി ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇത് പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ഇതിന്റെ കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ നിങ്ങളത് മനസ്സിലാക്കാൻ പോവാണ്. ഇനി ഇത് എങ്ങനെയാണ് ഇത് പേരിടുക? പേരിടുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു കാര്യമുണ്ട്. നമുക്ക് അതിനൊരു ചാർട്ട് യൂസ് ചെയ്യണം. അതിന്റെ പേരാണ് പ്ലാസിറ്റി ചാർട്ട്. ഈ ചാർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ക്ലേ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതും ക്ലേയുടെ പേരിടുന്നതും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ലിക്വിഡ് ലിമിറ്റ് ചെയ്യണം കേട്ടോ. അതായത് ലിമിറ്റ്സിന്റെ ടെസ്റ്റുകൾ നമ്മൾ ക്ലേ കിട്ടിക്കഴിഞ്ഞാൽ, മീൻസ് ഫൈൻ ഗ്രെയിൻ സോയിലാ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ലിമിറ്റ്സ്, ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ് ഒക്കെ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ചതിന് ശേഷം യു വിൽ ബി മേക്കിംഗ് യൂസ് ഓഫ് ദിസ് പ്ലാസിറ്റി ചാർട്ട് ടു ഗെറ്റ് ഇറ്റ് എക്സാക്ട് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെ? അതിന്റെ കറക്റ്റ് ഇന്ത്യൻ സോയിൽ ക്ലാസിഫിക്കേഷൻ പേര് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്ലാസിറ്റി ചാർട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ക്ലിയർ ആണോ? അരീന മനസ്സിലായി? അരീന പോയോ? മിന്നുണ്ടാ? മിന്നുവിന്റെ പേര് വിളിക്കുമ്പോ ഒന്നും പറയാൻ മിണ്ടാറില്ല. മിന്നു ഇപ്പൊ മിണ്ടോ? മിന്നു കേൾക്കുന്നുണ്ടാ? ബെസ്ലിൻ അയ്യോ ഇത് പോയല്ലോ. ശരി, ഓക്കെ. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഓക്കെ അല്ലേ? ഞാനിത് എന്തായാലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് റെക്കോർഡഡ് പോർഷൻ കാണാം കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സംഭവം പഠിക്കണം. ഈ ഒരു പ്ലാസിറ്റി ചാർട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പണ്ട് കാലത്തൊക്കെ ഇത് തന്നിരുന്നു. ഇപ്പൊ തരുമോന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തരില്ല, ഈ ചാർട്ട് തരില്ല. പറയാൻ പറ്റില്ല, നമുക്ക് ചിലപ്പോൾ അവർ തരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാർട്ട് പഠിക്കണം. ചാർട്ട് പഠിക്കാൻ എളുപ്പമാണ്, ഞാനിപ്പോ പറഞ്ഞുതരാം കേട്ടോ. കാരണം ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു ചാർട്ട് വരയ്ക്കാൻ തന്നെ അവർ കണ്ടോ, സ്കെച്ച് ദി പ്ലാസിറ്റി ചാർട്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്കത് സ്കെച്ച് ചെയ്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഇത് ബൈ ഹാർട്ട് പഠിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ചാർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതിന്റെ നോമൻക്ലേച്ചർ. അപ്പൊ ഈ ചാർട്ട് എന്താണ്? ഇതൊരു ഫിക്സഡ് ചാർട്ടാണ്, നമ്മുടെ IS കോഡിൽ പറയുന്ന ഒരു ചാർട്ടാണ്. ചാർട്ടിന്റെ Y ആക്സിസിലെ പ്ലാസിറ്റി ഇൻഡെക്സ് 0 മുതൽ 60 വരെ മാർക്ക് ചെയ്യുക. ഓക്കെ, X ആക്സിസിൽ ലിക്വിഡ് ലിമിറ്റ് മാർക്ക് ചെയ്യണം. 0 മുതൽ 100 വരെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. മനസ്സിലായോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിക്വിഡ് ലിമിറ്റ് 30%-ന്റെ 35% ചോടെ താഴെയാണെങ്കിൽ 35 അല്ലേ പറഞ്ഞത്? 35 ചോടെയാണെങ്കിൽ നമ്മൾ എന്തു പറഞ്ഞു? ലോ കംപ്രസിബിലിറ്റി ആണെന്ന് പറഞ്ഞില്ലേ? കണ്ടോ, 0 മുതൽ 35 വരെ. ഇതിപ്പോ ഈ ഗ്രാഫ് വേണമെങ്കിൽ ആവാം. ഞാൻ ഈ ഗ്രാഫ് വെക്കാൻ കാരണം ഇവിടെ ഇത് ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത് നോക്കാം നമുക്ക്. 0 മുതൽ 35 വരെ ആണെങ്കിൽ കണ്ടോ, ഇവിടെ ലോ കംപ്രസിബിൾ ML എന്നൊക്കെ എഴുതി കണ്ടില്ലേ കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ഇനി 35 തൊട്ട് 50 വരെയാണെങ്കിൽ കണ്ടോ, അവിടെയാണ് ഈ പേര് എഴുതി വെച്ചത്, ഇന്റർമീഡിയറ്റ് എന്നുള്ള പേര് ഇവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, I. ഇനി 50-ന് മുകളിൽ വരുന്ന എല്ലാം എന്താണ്? ഇവിടെ കണ്ടോ, CH, MH, OH എന്നൊക്കെ പറഞ്ഞത്. അതായത് ക്ലേ ഓഫ് ഹൈ കംപ്രസിബിലിറ്റി, നമ്മുടെ സിൽട്ട് ഓഫ് ഹൈ കംപ്രസിബിലിറ്റി, ഓർഗാനിക് സോയിൽ ഓഫ് ഹൈ കംപ്രസിബിലിറ്റി എന്നുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിൽ ഒരു ലൈൻ വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ A ലൈൻ എന്ന് പറയുക അല്ലെ? യു ക്യാൻ സി എ ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം 20 എന്നൊരു ലൈൻ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. അതിനെയാണ് നമ്മൾ A ലൈൻ എന്ന് പറയാം.
മനസ്സിലായോ? പ്ലാസ്റ്റിറ്റി ചാർട്ടിൽ ഇതാണ് വലിയ പ്രധാനമുള്ള സാധനം. നമ്മുടെ എ ലൈൻ എന്ന് പറയുന്നത് ഒരു ലൈനാണ്. ആ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? IP = 0.73 ലിക്വിഡ് ലിമിറ്റ് -20 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. അതായത് ഒരു ലൈൻ ആകുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കും? ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ആ ലൈൻ്റെ ഇക്വേഷൻ y = mx + c എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എന്താ y എന്താണ്? IP അല്ലേ? അപ്പൊ IP = 0.73 ലിക്വിഡ് ലിമിറ്റ് -20 എന്നുള്ളതാണ് ഈ ലൈനിന്റെ ഇക്വേഷൻ. ക്ലിയർ ആണോ? ഈ ലൈനിന്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞേ? ഒരു എ ലൈൻ നമ്മൾ വരയ്ക്കണം. എ ലൈൻ ഇവിടുന്ന് ഇതേപോലെ അങ്ങനെ വരച്ച് വെക്കുക. ഒരു ഷേപ്പ് ഒക്കെ കിട്ടുന്ന പോലെ വരച്ചാൽ മതി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എ ലൈൻ അവിടെ എഴുതി വെക്കുന്നു. എ ലൈൻ്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതണം. ഇക്വേഷൻ കാണാതെ പഠിക്കണം. IP = 0.73 ലിക്വിഡ് ലിമിറ്റ് -20. ഇനി ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ ഇനിയിപ്പോ ഇത് കണ്ടോ. ഇനി ഇതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ലൈനിന്റെ മേളിൽ വന്നവരാരാ? സാനിയ ഒന്ന് പറഞ്ഞേ. ഈ ലൈനിന്റെ മേളിൽ വന്ന ആൾക്കാർ ആരാണ്? സി എന്ന് പറഞ്ഞ ആരാ? സി എന്ന് പറഞ്ഞ ക്ലേ. മനസ്സിലായി? ഈ ലൈനിന്റെ മേളിലാണെങ്കിൽ ക്ലേ ആയിരിക്കും. ഈ ലൈനിന്റെ താഴെയാണെങ്കിൽ സിൽട്ടോ അല്ലെങ്കിൽ ഓർഗാനിക് സോയിൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ ലൈൻ ഇതാണ്. ആ ലൈനിന്റെ മേളിലാണ് നിങ്ങളുടെ സോയിൽ വന്നതെങ്കിൽ ക്ലേ ആണ്, താഴെയാണെങ്കിൽ ഇതാണ്. ഇനി മേളിലോ താഴെ വന്നെന്ന് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതിനാണ് നമ്മൾ ഇത് വരുന്നത്, ഇത് സംഭവം കേട്ടോ. അപ്പൊ നമുക്ക് തരും ഒരു ക്വസ്റ്റ്യൻ. അവർ തരും നിങ്ങളുടെ ഒരു സോയിലിന്റെ പ്രോബ്ലം നമ്മളിപ്പോൾ നോക്കും. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക്. ക്ലേ തരും, ഒരു സോയിൽ തരും, അതിന് ലിക്വിഡ് ലിമിറ്റ് എത്രയാന്ന് പറഞ്ഞിട്ട് തരും. മനസ്സിലായോ? ക്ലേ ഒരു ക്വസ്റ്റ്യൻ തരും. അതിൽ ആ സോയിലിന്റെ ലിക്വിഡ് ലിമിറ്റ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് തരും, പ്ലാസ്റ്റിക് ലിമിറ്റ് ഇത്രയാന്ന് പറഞ്ഞിട്ട് തരും. ഓക്കെ, അത്രയായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇക്വേഷൻ ഓഫ് എ ലൈൻ എഴുതണം. എന്താണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ? IP = 0.73 ലിക്വിഡ് ലിമിറ്റ് -20 ആണ്. നിങ്ങളുടെ ലിക്വിഡ് ലിമിറ്റ് തന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ലിക്വിഡ് ലിമിറ്റ് എത്രയാണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പൊ ആ ലിക്വിഡ് ലിമിറ്റിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതൊരു വാല്യൂ ആയിട്ട് കിട്ടില്ലേ? അപ്പൊ നമുക്ക് ഈ IP ഒരു വാല്യൂ എന്ന് പറഞ്ഞു കിട്ടും കേട്ടോ. അപ്പൊ സോയിൽ സാമ്പിളിന്റെ എന്ത് തരും? ലിക്വിഡ് ലിമിറ്റ് തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ IP ലൈൻ ഇതാണെന്ന് പറഞ്ഞ് എഴുതുന്നു. അതിന്റെ ശേഷം ഗിവൺ ലിക്വിഡ് ലിമിറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ IPക്ക് ഒരു വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ IPക്ക് ആ വാല്യൂ കിട്ടി. എ ലൈനിന്റെ വാല്യൂ ഇതാണെന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നൗ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതിന് ക്വസ്റ്റ്യനിൽ ലിക്വിഡ് ലിമിറ്റ് മാത്രമല്ല തന്നിട്ടുണ്ടാവുക, പ്ലാസ്റ്റിക് ലിമിറ്റും തന്നിട്ടുണ്ടാവും. അപ്പോൾ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും അറിയാമെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? ഒരു ഇൻഡിസസ് പഠിച്ചില്ലേ നമ്മള്? ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും അറിയാമെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുക? എന്താണ് പ്ലാസ്റ്റിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചു അല്ലെ? ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും അറിയാമെങ്കിൽ പ്ലാസ്റ്റിക് ലിമിറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താണ്? ലിക്വിഡ് ലിമിറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് ലിമിറ്റ് മൈനസ് ചെയ്ത് എന്ത് കിട്ടും? പ്ലാസിറ്റി ഇൻഡെക്സ് കിട്ടും. ക്ലിയർ? അപ്പോൾ നമുക്ക് ആ കിട്ടിയ ലിക്വിഡ് ലിമിറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് ലിമിറ്റ് മൈനസ് ചെയ്ത വാല്യൂ ഈ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ, നിങ്ങൾ മൈനസ് ചെയ്ത വാല്യൂ ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ്? നിങ്ങളുടെ സോയിൽ ക്ലേ ആണെന്നുള്ളതാണ് ഈ കണക്കിന്റെ ട്രിക്ക്. ക്ലിയർ ആണോ? ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും തരും. അത് മൈനസ് ചെയ്യുമ്പോൾ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് പ്ലാസിറ്റി ഇൻഡെക്സ് ആണ്. അത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് അവർ തന്ന സ്ഥിതിക്ക് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇവിടെ IP എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ ഇവിടെ കണ്ടുപിടിക്കും. ആ വാല്യൂവിനേക്കാളും കൂടുതലാണ് എന്ന് പറയുമ്പോൾ എന്താ? എബവ് ആണെങ്കിൽ, കൂടുതലാന്ന് പറഞ്ഞാൽ എന്താ? ഈ വാല്യൂവിനേക്കാളും കൂടുതലാന്ന് പറഞ്ഞാൽ എബവ് ആണെങ്കിൽ എന്താണ്? നിങ്ങളുടെ സോയിൽ ക്ലേ ആണെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അവര് ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ്? ലോ കംപ്രസിബിൾസ് അവരുടെ ലിക്വിഡ് ലിമിറ്റ് 20 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ക്ലേ ആണെന്ന് മനസ്സിലാക്കി. ലോ കംപ്രസിബിൾ ആണെന്ന് ലിക്വിഡ് ലിമിറ്റിന്റെ ബേസ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അതിന് പേരിടുന്നു CL. ഇനി ക്ലേ എബവ് പോയി കഴിഞ്ഞാൽ ക്ലേ ആണ്. ഇനി 35 50 ഇടയിൽ വന്നാൽ നിങ്ങൾ എന്ത് പേരിടുന്നു? CI എന്ന് പറഞ്ഞിട്ട് പേരിടുന്നു. ക്ലിയർ ആണോ? അങ്ങനെ ചെയ്യാം കേട്ടാ. ഇനി ഈ പ്ലാസ്റ്റിക് ലിമിറ്റ് ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ ആദ്യമേ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് കണ്ടുപിടിച്ച് വെക്കും. ഇനി രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്തപ്പോൾ ഈ ഒരു വാല്യൂവിനേക്കാളും കുറഞ്ഞ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? MHO സിൽട്ട് ഓർ ഓർഗാനിക് സോയിലിനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് പറയുന്നു? ഒന്നുകിൽ സിൽട്ട് ആവാം, അല്ലെങ്കിൽ ഓർഗാനിക് സോയിൽ ആയിരിക്കാം. ഇനി അതിൽ തന്നെ ലിക്വിഡ് ലിമിറ്റ് തന്നു കഴിഞ്ഞാൽ കുറഞ്ഞ വാല്യൂ ആണെങ്കിൽ ML ഓർ OL ആന്ന് പറയാം.
അല്ലെങ്കിൽ എന്ന് പറയാം ഇവിടെ MI ഓർ OI എന്ന് പറയാം, അല്ലെങ്കിൽ MH ഓർ OH എന്ന് പറയാം. അങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യും. അപ്പൊ ഈ ചാർട്ട് ഒന്ന് പഠിക്കണം, വരയ്ക്കാനായിട്ട് പഠിക്കണം, ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി പ്ലാസ്റ്റിറ്റി ചാർട്ട് എന്താന്നുള്ളത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് ഇത്രയും മനസ്സിലാക്കുക. ഇനി ഇതിലേക്ക് ഒന്ന് വരാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ നോമൻക്ലേച്ചർ ആണ് പറഞ്ഞ സ്ഥിതിക്ക്, നമ്മൾ നോമൻക്ലേച്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രാവലിന് പല പേരുകൾ വരും അല്ലെ. ഗ്രാവൽ വെൽ ഗ്രേഡഡ് ആണെങ്കിൽ GW, പുവർലി ഗ്രേഡഡ് GP, അതായത് സിയുടെ വാല്യൂ ബേസ് ചെയ്തിട്ടും CCയുടെ ബേസ് ചെയ്തിട്ടുമാണ് നമ്മൾ വെൽ ഗ്രേഡഡ് ആണോ എന്നുള്ള പേരിടുക. ഈ ക്രൈറ്റീരിയ മാച്ച് ആവുന്നുണ്ടെങ്കിൽ GW, മാച്ച് ആവുന്നില്ലെങ്കിൽ GP എന്ന് പറഞ്ഞു. സാൻഡിന് എന്താണ്, ഇതാണ് കണ്ടീഷൻ. ഇത് മാച്ച് ആവുന്നുണ്ടെങ്കിൽ സാൻഡ് ഓഫ് W, മാച്ച് ആവുന്നില്ലെങ്കിൽ, ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പുവർലി ഗ്രേഡഡ് ആണെന്ന് പറഞ്ഞു. ഇത് ഓക്കെ. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത് എന്തായാലും പഠിക്കണം, കാരണം അവര് സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് നോമൻക്ലേച്ചർ എന്ന് അവര് ചോദ്യം ചോദിക്കും കേട്ടോ. അപ്പൊ ഇതിന്ന് ഇതായിരിക്കും മേ ബി പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി ഈ ഗ്രാവലിന് തന്നെ വേറെ ഉണ്ട്, അതായത് നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്നത് ഇതില് ഫൈൻ ഫ്രാക്ഷൻ ഇല്ലെങ്കിലാണ് ഇങ്ങനെ പേര്. അതായത് 75 മൈക്രോണിലൂടെ പാസ് ചെയ്ത സോയിലിന്റെ അംശം വളരെ കുറവാണെങ്കിൽ, അതായത് 75 മൈക്രോണിലൂടെ ആരും പാസ് ചെയ്തില്ലെങ്കിലാണ് ഈ പേരുകൾ വരിക. നമ്മൾ ക്ലാസ്സിൽ ചെയ്തതൊക്കെ അങ്ങനത്തെ കണക്കായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പേരുകൾ വന്നത്. മനസ്സിലായോ? 75 മൈക്രോണിലൂടെ പാസ് ചെയ്ത ഫ്രാക്ഷന്റെ എമൗണ്ട് വളരെ കുറവാണെങ്കിൽ നമ്മൾ ആ ഒരു എന്താണ് അതിൽ ഫൈൻ കണ്ടന്റ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ സിലിട്ടും ക്ലേയും ഒന്നും ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ അവരെ ഈ പേരിലേക്ക് വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ പേര് വരുന്ന എപ്പോഴാ, ഗ്രാവലിനും സാൻഡിനും ഒക്കെ അവരില് ഫൈൻ ഫ്രാക്ഷൻ, അതായത് 75 മൈക്രോണിലൂടെ പാസ് ചെയ്യുന്ന അംശം 5% കുറവാണെങ്കിൽ, ഇവിടെ പറയുന്നുണ്ട് കണ്ടോ, ലെസ് ദാൻ 5% ആണ് ക്ലേ. അതായത് ഇപ്പൊ ഒരു മണ്ണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിൽ എന്ത് തരിയുടെ അംശം വളരെ കുറവാണെങ്കിൽ, അത് ചരലോ മണലോ എടുത്തു കഴിഞ്ഞാൽ തരി സോയിൽ വളരെ കുറവാണെങ്കിലാണ് GW, GP, SW, SP എന്നുള്ള പേരുകൾ വരിക. ഇനി അതിൽ തരിയുടെ അംശം വരികയാണെങ്കിൽ, 75 മൈക്രോണിലുള്ള അംശം കൂടുതൽ വരികയാണെങ്കിൽ നമ്മളെ പേരിടുമ്പോൾ നമ്മൾ എന്ത് പേരിടണം? സിൽട്ടി അല്ലെ നമ്മൾ പറയില്ലേ, അതായത് കളിമണ്ണോട് കൂടിയ ഗ്രാവൽ എന്ന് പറയില്ലേ, അങ്ങനെ പറയാറില്ലേ നമ്മള്, അല്ലെങ്കിൽ സിൽട്ട് കലർന്ന ഗ്രാവൽ അങ്ങനെ പറയില്ലേ. അത് സിൽട്ട് ഉണ്ടെങ്കിലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് അവര് പറയുന്നത് കണ്ടോ, സിൽട്ടി ഗ്രാവൽ എന്നുള്ള പേരിൽ, ആ പേരിലേക്ക് നമ്മൾ കടക്കണം. ഇനി അതായത് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ ഇത് പഠിച്ചു എന്ന് പറഞ്ഞു, അതായത് നമ്മൾ ആരുടെ പേരിട്ടെ, ക്ലേയുടെയും സിൽട്ടിന്റെയും പേരിട്ടു അല്ലെ. CI, CL, CH എന്ന് പറഞ്ഞ് പേരിട്ടു, MI, ML, MH എന്ന് പറഞ്ഞിട്ട് OH ഒക്കെ പറഞ്ഞ് പേരിട്ടു. അത് ഫൈൻ ഗ്രെയിൻ സോയിലിന്റെ നെയിമിംഗ് ആണ്. ഇനി നമ്മൾ ഈ കൺസിസ്റ്റൻസി ലിമിറ്റ്സ് പഠിച്ച ആൾക്കാരായതുകൊണ്ട് ഇനി നമുക്ക് ഗ്രാവലിന്റെ നമ്മൾ ഇതുവരെ റിവീൽ ചെയ്യാത്ത വേറൊരു സംഭവം ആൾക്കാരുടെ പേരും കൂടി പഠിക്കാൻ പോവുകയാണ്. അതായത് ഈ ആൾക്കാർ, കാരണം ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, നമുക്കത് പഠിക്കാതെ പറ്റില്ല കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതായത് ഗ്രാവൽ എന്ന് പറയുന്നത് സിൽട്ടി ഗ്രാവൽ ആവും എപ്പോ, വെൻ ദ പ്ലാസിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 4 ആവുമ്പോൾ, അത് ആ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സിൽട്ടി ഗ്രാവൽ ആവും. ഇനി ക്ലേ ഗ്രാവൽ ആവും, സിൽട്ടി സാൻഡ് ആവും, ഇതിന്റെ ഈ ഒരു IP പ്ലാസിറ്റി ഇൻഡെക്സിന്റെ ബേസിൽ. ഓക്കെ, അപ്പൊ അതിലേക്ക് കണക്കിലേക്ക് വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിലേക്ക് എത്താം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക. ഈ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തില് ഫൈൻസിന്റെ എമൗണ്ട്, അതായത് 75 മൈക്രോണിലൂടെ പാസ് ചെയ്ത സോയിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡ്രൈ സീവ് അനാലിസിസ് ചെയ്ത കണക്കില് അല്ലെ, നോമൻക്ലേച്ചർ എത്തുന്ന ഒരു പാർട്ടിക്കിൾ സൈസിന്റെ ഗ്രാഫ് വരച്ചിട്ട് എത്തിയില്ലേ, അതില് ഫൈൻസിന്റെ എമൗണ്ട് ഇല്ല, ഭയങ്കര കുറവായിരുന്നു, ലെസ് ദാൻ 5% ആയതുകൊണ്ടാണ് ഇത്തരം പേരുകൾ വരുന്നത്. ഇനി ഫൈൻസിന്റെ എമൗണ്ട് ഗവേൺ ചെയ്യുമ്പോൾ, അതായത് തരിമണ്ണിന്റെ പൊടിമണ്ണിന്റെ അളവ് കൂടുമ്പോൾ ആ പൊടിമണ്ണിനെയും നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ, അപ്പൊ അവരുടെ പേരും കൂടി കൂട്ടിച്ചേർക്കണ്ടേ. അപ്പൊ നമ്മൾ എന്ത് പറയണം, സിൽട്ടി ഗ്രാവൽ, സിൽട്ടാണ് ഉള്ളതെങ്കിൽ അതിൽ 20% സിൽട്ടാണ്, 80% ഗ്രാവലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കണം, സിൽട്ടി ഗ്രാവൽ എന്ന് വിളിക്കണം അല്ലെ. ഇനി ക്ലേ ഗ്രാവൽ എന്ന് വിളിക്കണം, ഇങ്ങനെ സാൻഡ് ഇതാണെങ്കിൽ സിൽട്ടി സാൻഡ് എന്ന് വിളിക്കണം. അപ്പൊ ഇതിന്റെ കണക്കാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? ഇപ്പൊ ഇത് കാണുന്നുണ്ടോ ആർദ്ര, ഇതൊന്ന് കാണുന്നുണ്ടോ, ഒന്ന് ജസ്റ്റ് പറയൂ. നമുക്കിത് പറഞ്ഞ നമ്മളൊരു 320 കാണാം. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടു. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ കുറച്ച് കഷ്ടമാണ് നിങ്ങളുടെ കാര്യം, പക്ഷെ അത് പഠിച്ചല്ലേ പറ്റൂ. കണ്ടോ, പ്ലാസിറ്റി ചാർട്ട് സ്കെച്ച് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് പഠിക്കണം. കാണാൻ പണ്ടൊക്കെ ഞങ്ങൾക്കൊക്കെ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരുന്നു, പക്ഷെ ഇപ്പൊ കണ്ടോ അത് സ്കെച്ച് ദി പ്ലാസിറ്റി ചാർട്ട്. അപ്പൊ ഈ സാധനം കാണാതെ പഠിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ സാധനം,
ഇത് പഠിച്ചേ പറ്റൂ. ഇത് ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്കെച്ച് ദി പ്ലാസിറ്റി ചാർട്ട് ആണ്, അതൊരു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞാൽ ഗിവ് ദി ഗ്രൂപ്പ് സിമ്പിൾസ്. ഓക്കെ, അപ്പൊ IS ക്ലാസിഫിക്കേഷൻ പ്രകാരം താഴെ പറയുന്ന 3 സോയിൽസ് തരുന്നുണ്ട്. ഒരു സോയിലിന്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ്, രണ്ടാമത്തെ സോയിലിന്റെ ഡീറ്റെയിൽസ് സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റിൽ ഈ സോയിലിന്റെ ആണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ ഗ്രൂപ്പ് സിമ്പിൾസ്, അതായത് എന്താ നമ്മൾ പറഞ്ഞ GW GP അങ്ങനെയൊക്കെ ഇല്ലേ, അതായത് ക്ലേ ഓഫ് ലോ കംപ്രസിബിലിറ്റി ആണോ, ക്ലേ ഓഫ് ഇതൊക്കെയാണോ എന്നുള്ളത്. ഫസ്റ്റ് നോക്കൂ, ഈ ഒരു വാക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ലിക്വിഡ് ലിമിറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ട് പേരിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതാരാണ് ഫൈൻ ഗ്രെയിൻ സോയിൽ അല്ലേ, അത് ഉറപ്പല്ലേ. ഈ ഫൈൻ ഗ്രെയിൻ സോയിലിന് മാത്രമല്ല ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും ഉള്ളോ, അത് ഉറപ്പല്ലേ, ക്ലിയർ ആണോ. അപ്പോൾ ഈ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് അത് ഒന്നെങ്കിൽ ആരാണ്, ക്ലേ ആണ് അല്ലെങ്കിൽ സിൽട്ട് ആണ്, അത് ഉറപ്പാണ്. ക്ലിയർ. അപ്പൊ അതൊന്ന് എഴുതി വെക്കാം കേട്ടോ. ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ഇറ്റ് ഈസ് ഫൈൻ ഗ്രെയിൻ സോയിൽ, ഇതർ ക്ലേ ആയിരിക്കും അല്ലെങ്കിൽ സിൽട്ട് ആയിരിക്കും. അത് നിങ്ങൾക്ക് എഴുതി വെക്കാം, ഓരോ വാക്കിൽ നിന്ന് ഓരോ സെന്റൻസ് വേണമെങ്കിൽ എഴുതി വെക്കാം. ഇനി ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് എന്താണ്, പ്ലാസ്റ്റിക് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. പ്ലാസ്റ്റിക് ഇൻഡെക്സ് എന്താണ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ചെയ്ത് എന്ത് കിട്ടും, പ്ലാസിറ്റി ഇൻഡെക്സ് കിട്ടും. ഞാൻ എന്താ പറഞ്ഞേ, ഇത് കണ്ടാൽ മനസ്സിലാക്കണം ക്ലേയോ അല്ലെങ്കിൽ സിൽട്ടോ ആണ്. സി എന്നുള്ള പേരിലോ എം എന്ന് പറഞ്ഞ പേരിലോ ആണ് നമ്മുടെ ആള് വരാൻ പോകുന്നത്. ഇനി CL ആണോ CI ആണോ CH ആണോ, അതോ MI ആണോ ML ആണോ MH ആണോ എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോണത്. ക്ലിയർ അല്ലേ. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതിക്കോളൂ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാസിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കണം. അപ്പൊ പ്ലാസിറ്റി ഇൻഡെക്സിന്റെ ഇക്വേഷൻ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, 40 മൈനസ് 22 എത്ര വരും നിതു, 40 മൈനസ് 22 നിതു അവിടെ ഇല്ലേ, 18 അല്ലേ, 18% എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ഈ ശതമാനം നോക്കി എഴുതിയില്ലെങ്കിൽ മാർക്ക് പോവും. ശതമാനത്തിൽ നിന്ന് ശതമാനം കുറയ്ക്കുമ്പോൾ ശതമാനം. അപ്പൊ പ്ലാസിറ്റി ഇൻഡെക്സ് ഇക്വൽ ടു 18%. ക്ലിയർ അല്ലേ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് എഴുതി, ഈതർ ക്ലേ ആണ് സിൽട്ട് ആണ് എന്ന് എഴുതി. അതിന്റെ കംപ്രസിബിലിറ്റി ഏതാണെന്ന് നമ്മൾക്ക് അറിഞ്ഞാൽ അതിന്റെ പേര് അതിന്റെ കൂടെ വാല് ചേർക്കാൻ പറ്റുള്ളൂ. കംപ്രസിബിലിറ്റി ഏതാണ്, ലോ ആണോ ഹൈ ആണോ ഇന്റർമീഡിയറ്റ് ആണോ. അപ്പൊ അത് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇത് എഴുതി വെക്കണം. അതായത് പ്ലാസിറ്റി ഇൻഡെക്സ്. അപ്പൊ 40 ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് 40 മൈനസ് 22. ഇനി നമ്മൾ ആരുടെ സഹായം തേടണം, നമ്മുടെ പ്ലാസിറ്റി ചാർട്ടിന്റെ സഹായം തേടണം. അപ്പൊ ഓൾറെഡി നിങ്ങൾ അത് വരയ്ക്കണം, ഇത് കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇത് നിങ്ങൾ വരയ്ക്കുന്നു, ഇത് പഠിച്ചേ പറ്റൂ കേട്ടോ. അപ്പൊ ഈ ഗ്രാഫ് വരയ്ക്കാം. ഈ ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ എന്ത് എഴുതുക, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈക്വൽ ടു, അത് നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഗെയിൻ പ്ലാസിറ്റി ഇൻഡെക്സ് തന്നെയാണ് എ ലൈൻ ഫെച്ച് ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് പ്ലാസിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു എന്താണ്, 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് മൈനസ് 20. ഓക്കെ, അപ്പൊ അവിടെ ലിക്വിഡ് ലിമിറ്റിന്റെ സ്ഥാനത്ത് ഈ 40 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്ന് വേഗം പറഞ്ഞേ. ഈ ഇക്വേഷനില് ലിക്വിഡ് ലിമിറ്റിന്റെ സ്ഥാനത്ത് 40 എന്ന് പറയുന്ന വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ, പെർസെൻറ്റേജ് ഇടരുത്. അപ്പോൾ എത്ര കിട്ടുന്നു പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, ഉത്തരം കിട്ടിയവരൊന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയൂ. 0.73 ഇൻറ്റു ബ്രാക്കറ്റിൽ 40 മൈനസ് 20, 0.73 ഇൻറ്റു 40 മൈനസ് 20 കോൺസ്റ്റന്റ് ഇക്വേഷൻ. വേഗം പറ, ലൈനിന്റെ വാല്യൂ എത്ര വന്നേ, ലൈനിന്റെ വാല്യൂ വേഗം പറഞ്ഞാൽ നമുക്ക് വേഗം ക്ലാസ് അവസാനിപ്പിക്കാം. ആർക്ക് കിട്ടിയ ആളൊന്ന് മൈക്കോൺ ചെയ്ത് പറ. കിട്ടിയാ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതില് പ്ലാസിറ്റി എ ലൈൻ, ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ്, ഇതിന്റെ ഉത്തരം ഇവിടെ ഉണ്ട് കേട്ടോ, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇത് പറഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്. എ ലൈൻ്റെ ഇക്വേഷൻ 0.73 ഇൻറ്റു സാനിക്ക് കിട്ടിയാ ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് 40. അപ്പൊ ഇവിടുത്തെ 40 ഇതാണ് ലിക്വിഡ് ലിമിറ്റ് അല്ലേ.
ഇതാണല്ലോ ആദ്യം നമ്മൾ ചെയ്യുന്നത്. ആർദ്രയ്ക്ക് കിട്ടിയോ? 14.6. ആ നോക്കട്ടെ. 14 ഇവര് ഇതില് 40 IP is equal to 18% കിട്ടി. ഫ്ലോട്ടിംഗ് ദ പോയിന്റ് പറ എത്ര 14 വന്നേ. അതായത് ആ ശരിയാണ്. എല്ലാവർക്കും 14 കിട്ടിയോ? 14 വേറെ ആർക്കെങ്കിലും കിട്ടിയെന്ന് പറയൂ. അത് ഞാനത് പോയിന്റ് ശരിക്കും പറഞ്ഞല്ലേ ഇത് പിന്നെ പറയാം. ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 0.73 0.73 ഇൻറ്റു 40 മൈനസ് 20 അപ്പൊ എത്ര വരും? 20 അല്ലേ? കറക്റ്റ് അല്ലേ? 0.73 ഇൻറ്റു 2 ഇൻറ്റു 10 വരും. കറക്റ്റ് 20 വരും. അപ്പൊ 7.3 ഇൻറ്റു 2 14.6 വരും. ക്ലിയർ? അത് തന്നെ വരിക. 14.6 വന്നു ഇത്. അതായത് ഇത് 14.6 എന്നാണ് പറയുന്നത്. 14.6 വന്നു ഇത്, ഈ വാല്യൂ. ക്ലിയർ? ഇത് 14.6 വന്നു. ഇനി നമുക്ക് കിട്ടിയത് എത്രയാണ്? പ്ലാസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാ? നമുക്ക് കിട്ടിയ വാല്യൂ 40 മൈനസ് 22. 40 മൈനസ് 22 ആണ് ആര്? പ്ലാസിറ്റി ഇൻഡെക്സിന് വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. എ-ലൈൻ്റെ ഇക്വേഷൻ ആണ് പ്ലാസിറ്റി ഇൻഡെക്സ് ഇത് പറയണേ. പക്ഷെ നമ്മുടെ ഇക്വേഷൻ പ്രകാരം പ്ലാസിറ്റി ഇൻഡെക്സ് എത്രയാണ്? 40 മൈനസ് 22 അല്ലേ? നമ്മുടെ ഇക്വേഷൻ പ്രകാരം എത്രയാ വരിക? 40 മൈനസ് 22. ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റിനെയാണ് നമ്മൾ പ്ലാസിറ്റി ഇൻഡെക്സ് പറയാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 18% എന്നുള്ളത് കിട്ടി. ഓക്കെ, 18 എന്നുള്ള വാല്യൂ കിട്ടി. 18. ഇനി എ ലൈൻ എന്താ അവകാശപ്പെടുന്നത്? പ്ലാസിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ 14.8 എന്ന് കിട്ടെ. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ 18 ആണ്. അതാണ് ആരെക്കാളും വലുത്? 14.8നേക്കാളും വലുത്. ക്ലിയർ ആണോ? ക്ലിയർ ആയവരൊന്ന് അവിടെ ഓക്കെ പറഞ്ഞേ. നമുക്ക് കിട്ടിയ വാല്യൂ 18. നമ്മളാണ് ഈ മൈനസ് ചെയ്തത്. മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 0.7 ഇത്. ഇനി നമ്മൾ തന്നെയാണ് എ ലൈൻ്റെ സംഭവം ചെയ്യണത്. അപ്പൊ എ ലൈൻ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം? എ ലൈൻ എന്ന് പറഞ്ഞിട്ട് എഴുതുക. നമ്മൾ എ ലൈൻ്റെ പ്രകാരം എത്രയാണ്? പി ഐ എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ എഴുതുന്നു, നിങ്ങൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടി? 14. അപ്പൊ അത് ആദ്യം ഒന്ന് എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. 14.8 എന്ന് കിട്ടി. ആസ് പെർ എ ലൈൻ പ്ലാസിറ്റി ഇൻഡെക്സ് ഇത്. ആസ് പെർ അവർ ഇക്വേഷൻ പ്ലാസിറ്റി ഇൻഡെക്സ് ഇത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ, നമ്മൾ ഇതിന്റെ ടീമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടീം. അപ്പൊ നമ്മുടെ വാല്യൂ ആണ് ഗ്രേറ്റർ ദാൻ 14.8. സോ നമ്മുടെ ഇതെന്തായിരിക്കും? നമ്മൾ ഏതാണ്? ഇതിന്റെ മുകളിൽ പോയ ആരായിരിക്കും? പറഞ്ഞേ. ക്ലേ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിന്റെ മുകളിൽ പോയാൽ ക്ലേ ആണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ക്ലേ എന്ന് പറഞ്ഞാൽ പോരാ. ഇപ്പൊ ക്ലേ ആണെന്ന് മനസ്സിലായി. ഒന്നുകിൽ ക്ലേ ആവാം അല്ലെങ്കിൽ സിൽട്ട് ആവാം. ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ക്ലേ ആണോ സിൽട്ട് ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ക്ലേ ആണെന്നുള്ളത് ഉറപ്പായി. മേളിൽ പോയാൽ ക്ലേ ആണ്. ക്ലിയർ? ഇപ്പൊ മേളിൽ പോയി ക്ലേ ആണ്. ഇനി നമുക്ക് ആരാണ് ഇതിന്റെ കൂടെ? ലോ ആണോ ഹൈ ആണോ ഇതാണോ എന്നുള്ളത് ഇടണം. എത്രയാണ് ലിക്വിഡ് ലിമിറ്റ്? എത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 35ലും ചോടയാണെങ്കിൽ നമുക്ക് CL എന്നുള്ള പേരിടാലോ. ഇത് 35ന്റെ 50ന്റെ ഇടയിലാണെങ്കിൽ നമ്മൾ എന്ത് പേരിടണം? ക്ലേ ഓഫ് ഇന്റർമീഡിയറ്റ് കംപ്രസിബിലിറ്റി I എന്നുള്ള പേരിടണ്ടേ? ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ഒരു ഓക്കെ ഒന്ന് പറയൂ. മനസ്സിലായവരോ ഒന്ന് അവിടെ ഒരു ഓക്കെ ഇട്ടെ. മനസ്സിലായവര് ഒന്ന് അവിടെ ഓക്കെ പറയൂ. 389. നിതു മനസ്സിലായ? ഒന്നുകൂടി പറയണ? ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. ഇത് മനസ്സിലായി പറ്റും. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യം പ്രോബ്ലം കാണുന്നു. അപ്പൊ നമ്മളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ലിക്വിഡ് ലിമിറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ചോദ്യം തന്നെ ഇതാണ്, സ്കെച്ച് ദ പ്ലാസിറ്റി ചാർട്ട്. അപ്പൊ നിങ്ങൾ ആദ്യമേ അത് വരച്ചിട്ടുണ്ടായിരിക്കണം, കാരണം ക്വസ്റ്റ്യനിൽ അതുണ്ട്. പ്ലാസിറ്റി ചാർട്ട് വരച്ചു. ഇനി നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്നു. എന്താണ് ക്വസ്റ്റ്യനിൽ? എന്താണ്? ലിക്വിഡ് ലിമിറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ടാവണം. പ്ലാസിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് മൈനസ് 20 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവണം. ദാറ്റ് ഈസ് യുവർ പ്ലാസ്റ്റിക്, ദാറ്റ് ഈസ് ദ പ്ലാസ്റ്റിക് ഇൻഡെക്സ് അസോസിയേറ്റഡ് വിത്ത് എ ലൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം നമ്മൾ ഈ ചാർട്ട് വരച്ചു. നിങ്ങൾ കാണപ്പടം വരയ്ക്കണം.
എന്നിട്ട് നമ്മൾ ആദ്യം എഴുതണം ആസ് പെർ എ ലൈൻ പ്ലാസിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു ആസ് പെർ എ ലൈൻ പ്ലാസിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഇക്വേഷൻ 0.73 ഇൻറ്റു. അപ്പം അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ലിക്വിഡ് ലിമിറ്റ് -20 ആണ്. നമ്മുടെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ ലിക്വിഡ് ലിമിറ്റ് 40 ആണ്. 0.73 ഇൻറ്റു 40 - 20 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 14.8% എന്ന് പറഞ്ഞിട്ട് പ്ലാസിറ്റി ഇൻഡെക്സ് കിട്ടുന്നു. ഓക്കെ, ദാറ്റ് ഈസ് അവർ റെഫറൻസ് ലൈൻ. നമ്മുടെ റെഫറൻസ് ലൈനിന്റെ വാല്യൂ 14.8 ആണ്. ഈ 14.8നെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് മേളിലാണോ താഴെയാണോ എന്നുള്ളത് പറയാൻ പോകുന്നത്. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ അപ്പൊ ഇത് റെഫറൻസ് വാല്യൂ ആണ് 14 പോയിന്റ്. അപ്പൊ റിയൽ വാല്യൂ എത്രയാ? റിയൽ വാല്യൂ എന്ന് പറയുന്നത് പ്ലാസിറ്റി ഇൻഡെക്സ് ആസ് പെർ ദി ഇക്വേഷൻ ആസ് പെർ ദി അഗെയിൻ ദർ ഇസ് അനദർ ഇക്വേഷൻ 40 ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് എഴുതുക. പ്ലാസിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 40 - 22 അല്ലേ? 18 അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ നമ്മൾ എപ്പോഴും നോക്കുക നമുക്ക് കിട്ടിയതാണ്. ഇതാണ് നമ്മുടെ ഒരു ടീം വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ടീം. അപ്പൊ 18 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദി റെഫറൻസ് 14 പോയിന്റ്. ഗ്രേറ്റർ ആണെങ്കിൽ ലൈനിന്റെ മേളിലായിരിക്കും. ഇതൊരു 10 ഒക്കെ ആയിരുന്നെങ്കിൽ 14നേക്കാളും ചോടയായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ 18 വന്നില്ലേ? 18 വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore it is clay. therefore it is clay എന്നുള്ളത് എഴുതി വെക്കാം. therefore it is clay ആണ്. ഇനി നമുക്ക് അതിന്റെ പേര് ഫുൾ നെയിം ഇടണം. അപ്പൊ നമ്മൾ ക്ലേയുടെ പേര് എങ്ങനെയാ? CL ആണോ, CH ആണോ, CI ആണോ? അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? എഗെയിൻ ലിക്വിഡ് ലിമിറ്റിന്റെ ബേസിൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ലെസ് ദാൻ 35 ആണെങ്കിൽ ലിക്വിഡ് ലിമിറ്റ് 35ലും ചോടയായിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ലോ കംപ്രസീവ് ക്ലേ എന്ന് പറയും. ലോ കംപ്രസീവ് ക്ലേ എന്ന് പറയും. അതിന്റെ പേര് എങ്ങനെ വരുന്നു? ലോ കംപ്രസിബിൾ ക്ലേ ആണെങ്കിൽ സി ക്ലേ ആന്ന് മനസ്സിലായി. ലോ കംപ്രസിബിൾ ആണെങ്കിൽ CL എന്നുള്ള പേരിടും കേട്ടോ. ഇത് പക്ഷെ ലോ അല്ല, കാരണം 35ന്റെയും നമ്മൾ സ്റ്റാൻഡേർഡ് പഠിക്കണം. 35ന്റെയും 50യുടെ ഇടയിലാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ക്ലേ ഓഫ് ഇന്റർമീഡിയറ്റ് കംപ്രസിബിലിറ്റി CI ആണ്. അത് തന്നെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണോ? അവരിത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവര് എഴുതിയത് നിങ്ങൾ നോക്കരുത്. കാരണം ഇങ്ങനെ എഴുതണ്ട, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എഴുതിയാൽ മതി. ഇവരിത് പറയുന്നത് ഇപ്പോൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണം. പക്ഷേ ശരിക്കും നിങ്ങളൊരു കൺസൾട്ടൻ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്ലാസിറ്റി ഇൻഡെക്സ് നേരെ ഈ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചാൽ ഇങ്ങനെ അത് പ്രൊജക്ട് ചെയ്തായിട്ട് നോക്കിയാൽ മതി. പക്ഷെ നിങ്ങളിത് പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ സ്കെയിൽ ചെയ്തിട്ടൊന്നല്ലല്ലോ വരയ്ക്കുക. നമ്മളത് സ്കെയിലൊക്കെ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ അതൊന്ന് നമ്മൾ ട്രേസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏത് സൗണ്ടിലാണ് കിടക്കാന്ന് കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെയല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മെത്തേഡ് ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അതാണ് നമ്മുടെ ഈ ഒരു ഇത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഞാൻ അടുത്തേക്ക് പോട്ടെ. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇപ്പൊ ക്ലിയർ ആയവരൊന്ന് പറഞ്ഞേ. ആരും റിപ്ലൈ ചെയ്യുന്നത് കാണുന്നില്ല. ക്ലിയർ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഓക്കെ, ശരി. ഇപ്പൊ പറഞ്ഞതാണോ? ശരി, ഇപ്പൊ കണ്ടു കേട്ടോ. ഓക്കെ, ബെസ്ലിൻ ക്ലിയർ. താങ്ക് യു ബെസ്ലിൻ. അപ്പൊ അത് മനസ്സിലാക്കുക കേട്ടോ. ഇത് പഠിച്ചേ പറ്റൂ, നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും തന്നിട്ട് അപ്പൊ ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ 20 - 14 ചെയ്യണം. നമ്മുടെ മറ്റേ സാധനത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20. എഗെയിൻ അവിടെ തെറ്റിക്കരുത്. നമ്മൾ ഇവിടെ എടുത്തത് 40 ആണ്. അത് കാരണം എന്തായിരുന്നു? നമ്മുടെ ഇവിടുത്തെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് A ക്വസ്റ്റ്യനിലാണ് 40. B ക്വസ്റ്റ്യനിൽ ചെയ്യുമ്പോൾ അതെന്താണ്? ലിക്വിഡ് ലിമിറ്റ് 20 ആണ്. അപ്പൊ ഇവിടെ 20 - 20 എന്ന് പറയുമ്പോൾ 0 വരും അല്ലേ? 0 എന്നാണ് ഇവിടെ വരും അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 20 ആണ്. 20 - 20 കുറയ്ക്കുമ്പോൾ 0. അപ്പൊ A ലൈൻ്റെ ഇക്വേഷൻ എത്ര വരും? 0 വരും. 0 വരും. ഇനി ഇവിടെ കുറയ്ക്കുമ്പോൾ എത്ര വരും? 0. ഇനി ഇവിടെ എത്രയാ? 20 - 40 എന്ന് പറയുമ്പോൾ 6% വരും. 0-നേക്കാളും 6 അല്ലെ? 6 ഈസ് ഗ്രേറ്റർ ദാൻ 0. 0-നേക്കാളും കൂടുതലല്ലേ? അപ്പൊ എന്താ വരുള്ളൂ? ക്ലേ തന്നെ വരുള്ളൂ അല്ലെ? എന്താണ് ഇതാ വരിക? ക്ലേ 0 ആണ് വരിക. കാരണം ഇത് കട്ട് ചെയ്ത് 0.73 ഇൻറ്റു 20 - 0 വരും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ഈ ലിക്വിഡ് ലിമിറ്റ് ഇതൊരു സ്പെഷ്യൽ കേസ് ആണ് കേട്ടോ. ലിക്വിഡ് ലിമിറ്റ് 20% വന്നത്. 20% വന്നാൽ അത് കണ്ടോ? ഇവിടെ ഇങ്ങനെ വന്നാലേ ഇവിടെ ഇങ്ങനെ അവർ മാർക്ക് ചെയ്ത് കണ്ടോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ക്ലേ ശരിക്കും നിങ്ങൾ എന്താ പറയുക? ലിക്വിഡ് ലിമിറ്റ് 20 ആണെങ്കിൽ ക്ലേ ആന്നുള്ളത് മേളിലേക്ക് പോയാൽ ക്ലേ ആന്ന് പറഞ്ഞു. മേളിലേക്ക് പോയ ക്ലേ ആണ്, ശരിയാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ
ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ലേ ആണോ സിൽട്ട് ആണോ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അതായത് ഈ എന്താ പറയുക, പ്ലാസ്റ്റി ഇൻഡെക്സ് 10% ചോടയാണെങ്കിൽ ഇവിടെ പ്ലാസ്റ്റി ഇൻഡെക്സ് എത്രയാണ് വന്നത്? 20 - 14 6% വന്നു. 20 - 14 6%. അതായത് 10% ചോടെ നമ്മുടെ പ്ലാസ്റ്റി ഇൻഡെക്സ് വരികയാണെങ്കിൽ, അതുപോലെ നമ്മുടെ ലിക്വിഡ് ലിമിറ്റ് 20% ചോടെ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ അവർ എന്താ എഴുതിയിരിക്കണേ? CL + ML എന്നുള്ള പോലെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് CL മൈനസ് അല്ല, CL ML സെക്ടർ എന്ന് പറയുന്നത്. അതായത് CL ആണോ ML ആണോ നമുക്ക് കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ടാണ് ആ വാല്യൂ, അതായത് ഞാനത് മനഃപൂർവ്വം ഇട്ട് മീൻസ് നമുക്ക് ഈ തരം ക്വസ്റ്റ്യനും വരുമല്ലോ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ CL എന്ന് മാത്രം എഴുതരുത്. അങ്ങനെ വരുമ്പോ CL എന്ന് എഴുതാൻ തോന്നും, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസ് നമ്മുടെ പ്ലാസിറ്റി ചാർട്ടിലുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? പ്ലാസിറ്റി ഇൻഡെക്സ് 10% ചോട വരും, ഇത് 20% ചോട വരുമ്പോൾ ഈ ഒരു സ്ട്രിപ്പില് നിങ്ങൾ എഴുതിയിടണം CL ML സെക്ടർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അങ്ങനെ വന്നത്. ക്ലിയർ ആണോ? അപ്പൊ അത് അങ്ങനെ പഠിക്കാം കേട്ടോ, അതൊരു സ്പെഷ്യൽ കേസ് ആണ്, അങ്ങനെ പഠിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇത് നോക്കാം. ഇതിൽ നിങ്ങൾ കണ്ടോ, പാസിംഗ് 4.75 mm സീവ് എന്ന് പറയുന്നത് 70%. ഇതെന്ന് പറയുന്നത് നമ്മളിത് വെൽഗ്രേഡഡ് മറ്റേ ഡ്രൈ സീവ് അനാലിസിസ് ചെയ്തപ്പോൾ കണ്ട പ്രോബ്ലം ആണിത്. ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈപ്പാണ് ഇത് വരുന്നത് കേട്ടോ, പ്ലാസിറ്റി ഇൻഡെക്സ്. അപ്പൊ ഇതിൽ എന്താ വരുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ എല്ലാവരും ഉണ്ടോ? ഇവിടെ ഇതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം അല്ലേ? കുറച്ചും കൂടി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ വിട്ടു പോകുന്നുണ്ടോ? നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇത് ഒരു ക്വസ്റ്റ്യൻ. ഇതിലെന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ, ആർദ്ര ഒന്ന് വായിച്ചേ, ലൈൻ, ലാസ്റ്റ് ലൈൻ. ഹലോ സാനിയ, വായിച്ചോ, ഒന്ന് വേഗം വായിച്ചോ. പാസിംഗ്, അതൊന്നും വേണ്ട, അതൊക്കെ കഴിഞ്ഞില്ലേ. പാസിംഗ് 4 ഇതല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ്. ഇതിന്റെ പേരിട്ടു നമ്മൾ CI ആന്ന് പേരിട്ടു. ഇതെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് CL-ML എന്നുള്ള പേര് ഇതങ്ങനെ പഠിച്ചു വെക്കുക. മനസ്സിലായോ? അതിപ്പോ ഒരു 6% മാത്രല്ല, 10% ചോടെ ആര് വന്നാലും, അതുപോലെ ലിക്വിഡ് ലിമിറ്റ് 20% ചോടെ ആര് വന്നാലും അവർക്ക് ഈ പേരിടണം കേട്ടോ, CL-ML. അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ, അടുത്തത് എന്താണ്? ഇത് വായിക്കണ്ടാ? Passing 4.75 mm sieve equal to 70%. പാസിംഗ് 75 മൈക്രോൺ. ഇത് ഒറ്റ ക്വസ്റ്റ്യൻ, അപ്പൊ ഞാൻ വായിക്കാം. പാസിംഗ് 4.75, ഒരു സോയിൽ നമ്മൾ എടുത്തു, അതിനെ സീവ് ചെയ്തു. 4.75 mm 70% സോയിൽ കടന്നുപോയി. ഇനി അതിന്റെ താഴെ നമ്മൾ 75 മൈക്രോൺ സീവ് വെച്ചപ്പോൾ അതിലൂടെ 8% കടന്നുപോയി. അതിന്റെ പേരിടാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആദ്യം നോക്കുമ്പോൾ നമുക്കറിയാം 4.75ന്റെ മേളില് പാസ് ചെയ്തത് 70 ആണെങ്കിൽ അതിന്റെ മുകളിൽ റീറ്റേൺ ചെയ്ത് എത്രയാ? 30% അല്ലേ? 100 - 70 30% അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ 50% മുകളില് അതിന്റെ മുകളിൽ റിട്ടേൺ ചെയ്താലേ നമുക്ക് ഗ്രാവൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഗ്രാവൽ അല്ല, ഉറപ്പായി, കാരണം 30% ഉള്ളൂ, ഗ്രാവൽ അല്ല. ഇനി 75 മൈക്രോണിലൂടെ 50% കൂടുതൽ കടന്നു പോയാലാണ് അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ക്ലേ ആണോ സിൽട്ട് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. 75 മൈക്രോണിലൂടെ 50% കൂടുതൽ കടന്നു പോകണം. 75 മൈക്രോണിലൂടെ എത്ര കടന്നു പോയത്? 8% കടന്നു പോയിട്ടുള്ളൂ. അപ്പൊ അത് ക്ലേ, അതായത് അതിന്റെ മേജർ പേരിടുമ്പോൾ അത് മേജർ ക്ലേ സോയിലും മേജർ സിൽട്ട് സോയിലും അല്ല. അപ്പോൾ നമ്മുടെ സോയിൽ ഗ്രെയിൻസിന്റെ സൈസ് വരുന്നത് 75ന്റെയും 4.75ന്റെ ഇടയിലാണ് വരുന്നത്. അപ്പൊ അത് ഇതാണ് ആക്ച്വലി സാൻഡ് ആണ്. 75 മൈക്രോണിന്റെയും 4.75ന്റെ ഇടയിൽ വരുമ്പോൾ സാൻഡ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ ഇത്ര വരെ ഉണ്ടായിരുന്നു, അതായത് ഈ ലൈൻ ഇല്ല എന്ന് വിചാരിച്ചു, പ്ലാസിറ്റി ഇൻഡെക്സ് എന്നുള്ള ഈ വരി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സാൻഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഈ സിയുടെ വാല്യൂ 1 2 3 ആണെങ്കിൽ ഇത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വെൽ ഗ്രേഡഡ് സാൻഡ് ആണ്, SW എന്ന് പറഞ്ഞ് എഴുതാമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത്? ഈ വരി ഇതുവരെ ഈ വരി ഇല്ലായിരുന്നെങ്കിൽ, പ്ലാസിറ്റി ഇൻഡെക്സ് ഉള്ള വരി അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ വെൽ ഗ്രേഡഡ് സാൻഡ് ആണ്, SW ആണെന്ന് പറഞ്ഞു എഴുതും. പക്ഷെ ഇവിടെ പ്ലാസിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ആ മണ്ണിൽ ഫൈൻ ഫ്രാക്ഷൻ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? 8% ഉണ്ടല്ലോ.
അപ്പൊ അത് വെച്ച് നമ്മൾ പരീക്ഷണം ചെയ്തപ്പോൾ പ്ലാസിറ്റി ഇൻഡെക്സ് 3 കിട്ടിയ എന്ന് അവർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രസക്തി ഉണ്ട്. അതായത് നമുക്ക് SW എന്ന് പറയാൻ പറ്റില്ല. അതില് ഒന്നുകിൽ അത് ക്ലേ കലർന്ന മണ്ണായിരിക്കാം, അല്ലെങ്കിൽ സിൽട്ട് കലർന്ന മണ്ണായിരിക്കാം. ക്ലിയർ ആണോ? അത് തന്നാൽ അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ SM സിൽട്ട് കലർന്ന സാൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സിൽട്ടി സാൻഡ്. അതായത് SM എന്നുള്ള പേര് കൊടുക്കേണ്ടി വരും. ക്ലേ കലർന്ന മണലാണെങ്കിൽ ക്ലേ സാൻഡ് SC എന്നുള്ള പേര് കൊടുക്കേണ്ടി വരും. ഒന്നുകിൽ SC അല്ലെങ്കിൽ SM. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കണം. ക്ലിയർ? ഈ വാക്കാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്, പ്ലാസിറ്റി ഇൻഡെക്സ്. കാരണം ഫൈൻ ഗ്രെയിൻ സോയിലിന്റെ പ്രോപ്പർട്ടി ആണ് ഇത്. ഇവിടെ വന്നു. അപ്പൊ ഒന്നുകിൽ സിൽട്ടോ അല്ലെങ്കിൽ ക്ലേയോ ആണ് ഈ സാൻഡിന്റെ കൂടെ പേരിടാൻ വേണ്ടത്. അപ്പൊ സാൻഡ് എന്നുള്ളത് ഫസ്റ്റ്, S എന്നുള്ള ഫസ്റ്റ് പേരിടാൻ അതിൽ തർക്കമില്ല. കാരണം സാൻഡ് ആണ് കൂടുതൽ, അല്ലെ? ഇത് ഇത്രയും ഫ്രാക്ഷൻ കടന്നു പോയത് 8%. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇതിന്റെ ഇടയിലാന്ന് പറയുമ്പോൾ സാൻഡ് ആണ് പ്രമുഖനായിട്ടുള്ളത്, സാൻഡ് ആണ്. പക്ഷെ സാൻഡിന്റെ കൂടെ ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചാർട്ട് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യണം. ഇവിടെ നോക്കൂ. ഇവിടെ ഇവര് പറയുന്നത് ഇത് കണ്ടോ? ഇവിടെ പറയുന്നത് നമ്മുടെ ഇവിടെ നോക്ക്, IP ഇവിടെ SM എന്ന് കണ്ടോ? SM എന്ന് പറയുന്നത് പ്ലാസിറ്റി ഇൻഡെക്സ് <4 ആണെങ്കിൽ അതെന്താണ്? സിൽട്ടി സാൻഡ് ആണെന്ന് അർത്ഥം. ഇത് കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞാൻ പറയട്ടെ, ഇത് അവരെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അവർ ഇതിന്റെ ഏതെങ്കിലും ചോദ്യം പാരീസ് യൂണിവേഴ്സിറ്റിക്ക് ഇടും. മനസ്സിലായോ? അപ്പൊ അതുപോലെ സീരീസ് നമുക്ക് ഇട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ടേബിളൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. കാരണം അവര് പാർട്ടിക്കിൾ സൈസ് നോമൻക്ലേച്ചർ ആണ് സിലബസിൽ എടുത്ത് പറയണത്. അതുകൊണ്ട് ഈ ടേബിളും കാര്യങ്ങളും പഠിച്ചേ പറ്റൂ കേട്ടോ. അപ്പൊ ഇതിലെന്താണ്? ഈ പ്ലാസിറ്റി ഇൻഡെക്സ് <4 ആണെങ്കിൽ സാൻഡ് ആണെന്നുള്ളത് മനസ്സിലായി. സാൻഡിന്റെ കൂടെയുള്ള ആ ഫൈൻ ഫ്രാക്ഷന്റെ പ്ലാസിറ്റി ഇൻഡെക്സ് <4% ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കാം? സിൽട്ടി സാൻഡ് ആണ്. അപ്പൊ SM എന്നുള്ള പേര് കൊടുക്കണം. ഇനി നമ്മുടെ ഫൈൻ ഫ്രാക്ഷന്റെ IP എന്ന് പറയുന്നത് കണ്ടോ? ഞാൻ ഇവിടെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് കേട്ടോ. IP <4 ആണെങ്കിൽ, പ്ലാസിറ്റി ഇൻഡെക്സ് <4 ആണെങ്കിൽ എത്രയാണ്? ഏതായിരിക്കും? സിൽട്ടി സാൻഡ്. ഇനി IP പ്ലാസിറ്റി ഇൻഡെക്സ് <7 ആണെങ്കിൽ ക്ലേ സാൻഡ് ആണ്. മനസ്സിലായോ? അപ്പൊ അതുപോലെ ഇവിടെ അവിടെ ഗ്രാവല, ചിലപ്പോൾ കണക്ക് അങ്ങനെ ആവാമല്ലോ. ഇവിടെ ഈ കണക്കിൽ നമ്മൾ ഗ്രാവല അല്ലാത്തത് കൊണ്ട് നമ്മളിത് ഇപ്പൊ ചിലപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് പാസിങ് ഇവിടെ വല്ല 10% വല്ലതാണെങ്കിൽ അത് ഗ്രാവൽ ആവാലോ. ക്ലിയർ അല്ലേ? അപ്പൊ അതൊന്നും ഞാൻ ക്ലാസ്സിൽ നമ്മൾ ഇനി ചെയ്യാൻ സമയമൊന്നുമില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ ഗ്രാവൽ ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് കണക്ക്? 7ന്റെ കണക്ക് തന്നെയാണ്. ഇതില്ല കണ്ടോ? ഇവിടെ 4ഉം 7ഉം ഉള്ളത് അത് തന്നെ ഇവിടെ വരിക. അപ്പൊ ഇത് പഠിക്കാൻ എളുപ്പമാണ്. മനസ്സിലായോ? അപ്പൊ ഇവര് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സിൽട്ടി സാൻഡ് എന്ന് വിളിക്കണം. അപ്പൊ എന്താണ്? SM എന്നുള്ള രീതിയിൽ പേരിടേണ്ടി വരും. ഇനിയും ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഇത് ഇവിടെ ഒരു വാക്ക് കണ്ടോ? ഇപ്പൊ അത് ഫൈൻ ഫ്രാക്ഷൻ <12% ആണെങ്കിലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. അതായത് ഇത് കണ്ടോ? ഫൈൻ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 75 മൈക്രോണിലൂടെ കടന്നു പോയത് 12% കൂടുതലാണെങ്കിലാണ് എന്ത് പറയാ? ഇവിടെ എഴുതിയിട്ടുണ്ട് <12% ആണെങ്കിലാണ് ഈ സിൽട്ടി സാൻഡ് ഇതെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് 12% കൂടുതൽ എന്ന് പറയുമ്പോൾ മേജർ ഫ്രാക്ഷൻ വരില്ലേ? 12% കൂടുതലാന്ന് പറയുമ്പോൾ മേജർ ആയിട്ട് അതിൽ സിൽട്ട് ഉണ്ട്, ക്ലേ ഉണ്ട് എന്നല്ലേ അർത്ഥം. ഒരു 30%, 50% ഒക്കെ സിൽട്ട് വരുന്നുണ്ട് ഗ്രാവലിന്റെ കൂടെ, സാൻഡിന്റെ കൂടെ എങ്കിൽ നമ്മൾ അതിന്റെ പേരിടുമ്പോൾ എന്ത് പറയണം? ക്ലേ സിൽട്ട് ഇത് പറയും. പക്ഷെ ഇവിടെ ഇതൊരു സ്പെഷ്യൽ കേസാണ്. നമ്മുടെ ഫൈൻ ഫ്രാക്ഷൻ 5ന്റെ 12ന്റെ ഇടയിലാണെങ്കിൽ നമ്മൾ രണ്ടും യൂസ് ചെയ്യണം, രണ്ടുപേരെയും യൂസ് ചെയ്യണം. അതായത് വെൽ ഗ്രേഡഡ് ആണെങ്കിൽ, ഇവിടെ വെൽ ഗ്രേഡഡ് ആണ് എന്നുള്ളത് മനസ്സിലായി അല്ലെ? കണ്ടോ? CC കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ 1 2 3 ആണ്. ദെൻ CC എന്ന് പറയുന്നത് <2 ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? സാൻഡ് വെൽ ഗ്രേഡഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇനി പ്ലാസിറ്റി ഇൻഡെക്സിന്റെ ബേസിൽ നമ്മൾ എന്ത് പറഞ്ഞു? പ്ലാസിറ്റി ഇൻഡെക്സിന്റെ ബേസിൽ
SM എന്നുള്ള ഒരു പേരും ഇടാൻ പറ്റും. SM എന്നുള്ള പേരിടാൻ പറ്റും. മനസ്സിലായോ? ഇനി ഈ ഫൈൻ ഫ്രാക്ഷൻ 12% ചോടെയാണെങ്കിൽ നമ്മൾ ഇതിന് രണ്ടിൻ്റെയും കൂടി പേരിടണം. രണ്ടാൾക്ക് റോള് കൊടുക്കണം. മനസ്സിലായോ? അതുകൊണ്ട് വെൽ ഗ്രേഡഡ് സാൻഡ് ഡാഷ് ഇത് കൊടുക്കണം. ക്ലിയർ ആണോ? ഇവിടെ 8% വന്നുകൊണ്ടാണ് ഡ്യുവൽ നെയിമിങ്, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഡ്യുവൽ നെയിമിങ് വരാൻ കാരണം എന്താണ്? ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡ്യുവൽ നെയിമിങ് വരാൻ കാരണം ഇതാണ് കേട്ടോ, ഈ ഫൈൻ ഫ്രാക്ഷൻ്റെ ഇതുകൊണ്ടാണ്. ക്ലിയർ ആണോ? കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ, പക്ഷെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് പഠിക്കുക കേട്ടോ. ഇത് രണ്ടും ഈ ഇപ്പോൾ ഒരു 20 ഇവിടെ 20% ഒക്കെയാണ് വാല്യൂ വന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ പേര് എന്ത് മാത്രം പറയും? SM എന്ന് മാത്രം പറയും. ക്ലിയർ? സാൻഡ് ഓഫ് സിൽട്ട് ആണ് എന്നുള്ളത് പറയും. ആ രീതിയിൽ കിട്ടും. സിൽട്ട് ആണെന്നുള്ളത് എങ്ങനെ കിട്ടിയത്? സിൽട്ട് ആണെന്ന് കിട്ടിയത് ഇവിടെ നിന്നാണ് കേട്ടോ. പ്ലാസിറ്റി ഇൻഡെക്സിൻ്റെ <4 വന്നതുകൊണ്ടാണ് നമ്മൾ സിൽട്ട് ആണെന്ന് പറയുന്നത്. പ്ലാസിറ്റി ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ, ഒട്ടൽ കൂടുതലാണെങ്കിൽ ക്ലേ എന്ന് പറയണം. പ്ലാസിറ്റി ഇൻഡെക്സ് കുറവായതുകൊണ്ടാണ് ഇത് വന്നത്. ഓക്കെ, ഇനി നമ്മൾ വേണ്ടത് ഇത് ഫൈൻസും കൂടി നോക്കിയിട്ട് ഈ ഒരു ഇത് അപ്പം അത് പഠിക്കണം. എങ്ങനെയെങ്കിലും പഠിച്ചേ പറ്റൂ. ക്ലിയർ ആണോ? ഈ ഒരു 2 പ്രോബ്ലം കൂടി ചെയ്താലോ? നമുക്കതൊന്ന് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് ഒന്നും കൂടി കേൾക്കാമല്ലോ. ക്ലാസ്സിൽ നമുക്കിതെല്ലാം കൂടി പറയാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് എന്തായാലും എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാതെ പറ്റില്ലല്ലോ. കുറേ പേർക്ക് താല്പര്യമൊന്നും ഇല്ലെങ്കിലും എനിക്കത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, പാർവതി ഇത് കാണുന്നുണ്ടോ? പാർവതി ഇപ്പോഴാണ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? പേര് കണ്ടപ്പോൾ തോന്നിയതുകൊണ്ട്. ആഷ്ലിൻ ഇത് കാണുന്നുണ്ടോ? ഒന്ന് പറയാമോ? മൈക്ക് ഓൺ ചെയ്തിട്ട് ഒന്ന് പറ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ പഠിച്ചേ പറ്റൂ. പറഞ്ഞ പോലെ എളുപ്പമൊന്നും അല്ല, പക്ഷെ നമുക്ക് ഈ സിലബസിൽ അവരെടുത്ത് പറയുന്നുണ്ട് അവര് ഇതൊന്ന് ചോദിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും പഠിച്ചേ പറ്റൂ. ഞാനിത് മനസ്സിലായിട്ടില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഒന്നും കൂടി കേട്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്, പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട്, നാച്ചുറൽ വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് സിമ്പിൾ അല്ലേ? പ്ലാസ്റ്റിക് ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്താ? ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്ലാസ്റ്റിക് ഇൻഡെക്സ് കിട്ടി. ഓക്കെ, അത് അത്രേ ഉള്ളൂ. ലിക്വിഡ് ലിമിറ്റ് നിന്ന് പ്ലാസ്റ്റിക് ലിമിറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്ലാസ്റ്റിക് ഇൻഡെക്സ് കിട്ടും. ക്ലിയർ? ഇനി ഞാൻ പറഞ്ഞില്ലേ ഇൻഡിസസ് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലിക്വിഡിറ്റി ഇൻഡെക്സിന്റെ ഇക്വേഷൻ ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ലിക്വിഡിറ്റി ഇൻഡെക്സ് അപ്പൊ അത് പഠിച്ചോളൂ. ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്തായിരുന്നു ഇക്വേഷൻ? W മൈനസ് WP അല്ലേ? അതായിരുന്നില്ലേ? W മൈനസ് നാച്ചുറൽ മോയ്സ്ചർ കണ്ടന്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിക് ഇൻഡെക്സ്. പ്ലാസ്റ്റിക് ഇൻഡെക്സ് കിട്ടി. ഇക്വേഷൻ പഠിച്ചത് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇതുപോലെ വരാലോ കേട്ടോ. ഇനിയും കുറെ ഇൻഡിസസ് ഉണ്ട്. അപ്പൊ ഇതെങ്കിലും മിനിമം പഠിക്കാം ലിക്വിഡിറ്റി ഇൻഡെക്സ്. അപ്പൊ എന്താ ഇക്വേഷൻ? നാച്ചുറൽ വാട്ടർ കണ്ടന്റ് എത്രയാണത്? 48% നാച്ചുറൽ മോയ്സ്ചർ കണ്ടന്റ് 48. അപ്പൊ 48 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 48 മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് എത്ര? ഇക്വേഷൻ ഇതാണ് കേട്ടോ. പ്ലാസ്റ്റിക് ലിമിറ്റ് എത്ര? ദാറ്റ് ഈസ് പ്ലാസ്റ്റിക് ലിമിറ്റ് 34%. 34 ഡിവൈഡഡ് ബൈ IP എന്ന് പറയുന്നത് 30. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ഇതാണ് ലിക്വിഡിറ്റി ഇൻഡെക്സ്. അപ്പൊ ഫ്രാക്ഷൻ കിട്ടുന്നു, അതിനെ ഇൻറ്റു 100 ചെയ്ത് ശതമാനമാക്കുന്നു. ഇപ്പൊ ഇതൊന്നും എഴുതണമെന്നില്ല. ഇത് ഞാൻ ഇത് താല്പര്യമുള്ളവർ മാത്രം നോക്കുക. ലിക്വിഡിറ്റി ഇൻഡെക്സിന്റെ ബേസിൽ നമുക്ക് സോയിൽ ഏത് അവസ്ഥയിലാണെന്നുള്ളത് പറയാൻ പറ്റും. ലിക്വിഡ് സ്റ്റേറ്റിലാണോ, അത് ഹാർഡ് സ്റ്റേറ്റിലാണോ എന്നുള്ളതൊക്കെ പറയാൻ പറ്റും. അപ്പൊ ലിക്വിഡ് ലിമിറ്റ് ഈ ലിക്വിഡിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇതാണ് നോക്കിയാണ് പറയുന്നത്. ഈ ഫ്രാക്ഷന്റെ ബേസിലാണ് പറയുക കേട്ടോ. ഈ 0.4 എന്നുള്ള സംഭവം ഗ്രേറ്റർ ദാൻ ഇതൊക്കെയല്ലേ, അപ്പൊ ആ രീതിയിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, അപ്പൊ അത് കഴിഞ്ഞു പ്ലാസിറ്റി ഇൻഡെക്സും ലിക്വിഡിറ്റി ഇൻഡെക്സും. ഹൗ ഡു യു ക്ലാസിഫൈ ദ സോയിൽ ആസ് പെർ ഐസ് ക്ലാസിഫിക്കേഷൻ? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആരപ്പ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? അതെങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളത്? ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വെച്ചതാണ്. പ്ലാസിറ്റി ചാർട്ട് നിങ്ങൾ കാണാതെ വരച്ച് പഠിക്കണം. അപ്പൊ ആദ്യം വരച്ചിടുക. പ്ലാസിറ്റി ചാർട്ട് നിങ്ങൾ ഇപ്പൊ ഉള്ളത് ഈ സാധനം നിങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇത് വരച്ചിടുക. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നിങ്ങൾ എഴുതുന്നു. അത് ആ ഗ്രാഫ് വരച്ചതിന് ശേഷം ആൻസർ സൊല്യൂഷൻ പാർട്ടിൽ ആദ്യം നിങ്ങൾ ആ ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതുന്നു ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് IP or PI പ്ലാസിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് മൈനസ് 20 അല്ലേ? ഇനി നമ്മുടെ ലിക്വിഡ് ലിമിറ്റ് എത്രയാ? 64% നമ്മുടെ ലിക്വിഡ് ലിമിറ്റ്.
അപ്പൊ എന്ത് ചെയ്യാ? പി ഐ ഈക്വൽ ടു 0.73 ഇൻറ്റു 64 മൈനസ് 20. അപ്പൊ എത്ര വരുന്നത്? 64. കണ്ടോ ഇവര് ചെയ്ത് കണ്ടോ? ക്ലാസിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു 0.73 ഇൻറ്റു 64 മൈനസ് 20 എന്ന് പറയുമ്പോൾ 32.12 കിട്ടണം. ഈ വാല്യൂ എത്ര വന്നു? എന്താ നമ്മൾ ചെയ്തത്? ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈനിന്റെ ഇക്വേഷൻ. എ ലൈൻ ആണ് റെഫറൻസ് ലൈൻ. ഇതില് നമ്മൾ എന്ത് കൊടുക്കും? ഇതൊക്കെ നിങ്ങളാണ് വരയ്ക്കേണ്ടതും പഠിക്കേണ്ടതും. അപ്പോൾ 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 64 മൈനസ് 20. നമ്മൾ ഒരു കണക്ക് നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഈ ടൈപ്പ് നമ്മൾ ക്ലാസ്സിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരെണ്ണം ചെയ്യാം. അപ്പോൾ അന്ന് നിങ്ങൾ വേണം ഈ ചാർട്ട് വരയ്ക്കാൻ. അത് ബോർഡിലൊന്നും ഞാൻ തരില്ല കേട്ടോ. അപ്പോൾ 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് മൈനസ് 20 എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടി? ഈ വാല്യൂ എത്ര വന്നത്? 32. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 32.12 കിട്ടി. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതിയിടുക 32.12 ആണ് ഇതിന്റെ വാല്യൂ. 32.12. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ആസ് പെർ എ ലൈൻ പ്ലാസിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 32.12% എന്ന് എഴുതുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് എന്താ നമ്മൾ എഴുതണേ? സെക്കൻഡ് സ്റ്റെപ്പ് ആസ് പെർ ദി സോയിൽ പ്ലാസിറ്റി ഇൻഡെക്സ്. സോയിൽ പ്രകാരം പ്ലാസിറ്റി ഇൻഡെക്സ് എത്രയാണ്? പ്ലാസിറ്റി ഇൻഡെക്സ് എത്ര വരും? ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ എത്ര വരും? 64 മൈനസ് 34 അല്ലെ? 64 34 പോയ എത്ര വരും? 30 അല്ലേ? 30 വരും. അപ്പൊ 30 എന്ന് പറയുന്നത് വലുതാണോ ചെറുതാണോ കമ്പയർ ടു 32? 30 നമുക്ക് കിട്ടി. 30 എന്ന് പറയുന്നത് ആ റെഫറൻസ് പോയിന്റിനേക്കാളും വലുതാണോ? ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ് അല്ലേ? ഇവിടെ നമ്മൾ ആകെ കൂടി ചെയ്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ള കാര്യം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 32.12 കിട്ടി. ഇനി നമ്മുടെ സോയിലിന്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? 30% എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ സോയിൽ എവിടെ കിടക്കുന്നു? 30 ഈസ് ലെസ് ദാൻ ദ റെഫറൻസ് വാല്യൂ 32.12. ക്ലിയർ അല്ലേ? ക്ലിയർ ആയവർ അവിടെ ഒന്ന് മനസ്സിലായെന്ന് എഴുതി വെക്കൂ കേട്ടോ. ഓക്കെ. അപ്പൊ താഴെ കിടക്കുകയാണെങ്കിൽ എന്താണത്? ഒന്നെങ്കിൽ സിൽട്ട് ആവാം, അല്ലെങ്കിൽ ഓർഗാനിക് സോയിൽ ആയിരിക്കാം. ഇനി അതിന്റെ കൂടെ സെക്കൻഡ് നെയിം ആയിട്ട് നമ്മൾ ML ആണോ അങ്ങനെയൊക്കെ എഴുതാൻ പോവാണ്. ക്ലിയർ? ഇനി ഇതിന്റെ നമ്മൾ എന്താ നോക്കുക? ഇതിന്റെ കംപ്രസിബിലിറ്റി അറിയണം. ടു നോ ദി കംപ്രസിബിലിറ്റി അറിയണമെങ്കിൽ നിങ്ങൾ എഗെയിൻ കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ലിക്വിഡ് ലിമിറ്റ് 35 ചോടയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ആർദ്ര പറഞ്ഞേ. ലിക്വിഡ് ലിമിറ്റ് 35 ചോടയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? എന്ത് കംപ്രസിബിലിറ്റി എന്നാ പറയാ? സാനിയ ഇല്ലേ ഇവിടെ? സാനിയ പറഞ്ഞോ. ഹലോ നിധു, കേൾക്കുന്നില്ലേ പറയുന്നൊന്നും? അപ്പോ നമ്മള് ഇവിടെ എത്തിയത് നമ്മള് എന്താന്ന് പറഞ്ഞു? ഇതിന്റെ നമ്മളിപ്പോ എന്താ പറഞ്ഞ ഇത് അല്ലെ? ഇതിന്റെ നേരത്തെ ഇതൊക്കെ പോയി. അപ്പൊ അത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ 32 പോയിന്റ് സംതിങ് വാല്യൂ ആയിരുന്നു. നമുക്ക് കിട്ടിയ IP എന്ന് പറയുന്നത് എത്രയാണ്? 30% ആണ്. സോ 30 ഈസ് ലെസ് ദാൻ 32. അപ്പൊ പോയിന്റ് എവിടെ ലൈ ചെയ്യുന്നു? എ ലൈനിന്റെ താഴെയായിരിക്കും. ഓക്കെ. ഇനി ഇതെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എ ലൈനിന്റെ താഴെയാണ്. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ? ML അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഒന്നുകിൽ M ആയിരിക്കാം, അല്ലെങ്കിൽ O ആയിരിക്കും. അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് കറക്റ്റ് M ആണോ O ആണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ അതിന്റെ പേരിടുകയെന്ന് വെച്ചാല് ML ആൻഡ് ഓയിൽ അങ്ങനെയാണ് പറയാം. ML ഉം ഓയിലും കലർന്നത്. അതായത് ഇനി ലിക്വിഡ് ഇതെന്ന് പറയുന്നത് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 64% അല്ലെ? 64% ആണ്. അപ്പൊ ഇവര് പറയുന്നത് ലിക്വിഡ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 50% ആണെങ്കിൽ ഹൈ കംപ്രസിബിൾ സോയിൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഹൈ കംപ്രസിബിൾ എന്ന് പറയുമ്പോൾ എന്താ പറയാ? ഹൈ കംപ്രസിബിൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ താഴെ പോയി അല്ലെ? നമ്മുടെ സോയിലിന്റെ വാല്യൂ താഴെയാണ്. അപ്പോൾ ഹൈ കംപ്രസിബിൾ ആണെന്ന് പറഞ്ഞാൽ MH ആവാം, ഓറും പറയാറുണ്ട് ചിലവർ, ആൻഡും പറയാറുണ്ട്.
MH and M എന്ന് മാത്രം പറയാം, കാരണം ഈ ലൈൻ്റെ ചോടെ നമ്മൾക്ക് അറിയാം മേളിൽ ക്ലേ മാത്രമേ ഉള്ളൂ, അപ്പം അത് സി എന്ന് പറഞ്ഞ രീതിയിൽ പോവും. പക്ഷെ താഴെ സിൽട്ടും ഓർഗാനിക് സോയിലും കലർന്നത് എന്നാണ് അർത്ഥം. അപ്പം സിൽട്ടും ഉണ്ട് ഓർഗാനിക് സോയിലും ഉണ്ട്, ഓഫ് ഹൈ കംപ്രസിബിലിറ്റി ആണ്. അതെങ്ങനെ മനസ്സിലായി? ഇത് കണ്ടോ, ലിക്വിഡോമീറ്റർ 64% ആകുമ്പോൾ ആസ് പെർ ദി സ്റ്റാൻഡേർഡ് ഇറ്റ് ഈസ് ഹൈ കംപ്രസിബിൾ. 35ന്റെ താഴെ ആയിരുന്നെങ്കിൽ ലോ കംപ്രസിബിൾ ആണ്. അപ്പം ML ഓയിൽ എന്ന് പറയായിരുന്നു. ഇടയ്ക്കാണെങ്കിൽ ഐ എന്ന് പറയായിരുന്നു. അപ്പോൾ കൂടുതലായതുകൊണ്ട് അതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇത് വേറൊരു ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ. ഇത് സെയിം തന്നെ നമ്മൾ ക്ലാസ്സിൽ മീൻസ് ഇത് സെയിം തന്നെ തോന്നുന്നു അല്ലേ? ഇപ്പം ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഇത് സെയിം തന്നെയാണ്, ന്യൂമറിക്കൽ വാല്യൂ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതായി നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്കുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും പറ്റുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ അവസാനം സാൻഡ് ആണ്. സാൻഡ് ഇങ്ങനെ മനസ്സിലായി കണ്ടോ? 4.75 mm സീവിൻ്റെ പാസ് ചെയ്തത് ഫൈനർ എന്ന് പറയുമ്പോൾ എന്താണ്? പെർസെൻറ്റേജ് പാസിംഗ് എന്നാണ് കേട്ടോ. പാസ് ചെയ്തത് 73%. അപ്പം റിട്ടേൺ ചെയ്തത് 27% ഉള്ളൂ. അപ്പം എന്തല്ല? ഗ്രാവലല്ല. ഇനി 75 മൈക്രോണിലൂടെ പാസ് ചെയ്തത് 15% ആണ്. അപ്പോൾ CL അങ്ങനെയൊന്നും പേരിടാൻ പറ്റില്ല, കാരണം എന്താണ് ഇവിടെ ഇതുണ്ട്, കോഴ്സ് ഗ്രെയിൻ സോയിൽ ആണ് ഇവിടെ ഉള്ളത് കണ്ടോ. കോഴ്സ് ഗ്രെയിൻ സോയിലിൻ്റെ ആൾക്കാരല്ലേ ഈ മൈക്രോ സീവുകളൊക്കെ. അപ്പോൾ ഇത് സാൻഡ് ആണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ സാൻഡ് ആണ്, മെയിൻ പേര് സാൻഡ് ആണ്. ഇനി നമ്മൾ നേരത്തെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ സാൻഡ് ആണെന്നുള്ളത് മനസ്സിലായി. പിന്നെ എന്താണ്? പ്ലാസിറ്റി ഇൻഡെക്സ് 12% ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? പിന്നെ അതുപോലെ പ്ലാസിറ്റി ഇൻഡെക്സ് മാത്രമല്ല ഫൈൻസിൻ്റെ ഇത് കണ്ടോ, 15% എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൽ നോക്കാം, ഈ സംഭവം നോക്കണം കണ്ടോ. 15% കണ്ടോ, മോർ ദാൻ 15% ഫൈൻസ്, അതായത് ഇത് വരും. ഒന്നെങ്കിൽ സാൻഡ് SM എന്ന് പറയാം, SC എന്ന് പറയാം കേട്ടോ. മോർ ദാൻ 12% ഫൈൻ കണ്ടന്റ് ഉണ്ട് ആ ക്വസ്റ്റ്യനിൽ. അപ്പോൾ എന്താണ്? സാൻഡാന്ന് മനസ്സിലായി. അപ്പോൾ SMO SCO ആണ്. ഇനി SM ആണോ SC ആണോ അറിയാനായിട്ട് പ്ലാസിറ്റി ഇൻഡെക്സിൻ്റെ സഹായം തേടാം. പ്ലാസിറ്റി ഇൻഡെക്സ് <4 ആണെങ്കിലാണ് സിൽട്ട്, സിൽട്ട് അല്ലേ? ഇവിടെ എന്താ വന്നേ? <7 അല്ലേ വന്നത്? അപ്പം എന്താണ്? ക്ലേ ആണ്. ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇതൊന്നും അതിൻ്റെ ട്രിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ മിക്സഡ് സോയിലാണ്, അതായത് ഇതിൽ ക്ലേയും ഉണ്ട്, ഫൈൻ ഗ്രെയിൻ സോയിലും ഉണ്ട്, സാൻഡി സോയിലും ഉണ്ട്. അപ്പം മിക്സഡ് സോയിലിൻ്റെ കണക്കാണെങ്കിൽ അതിൽ സീവിൻ്റെ കാര്യങ്ങളും കൂടി പറയും, പിന്നെ അവർ കൺസിസ്റ്റൻസിയും പറയും. മനസ്സിലായി? അപ്പം മിക്സഡ് സോയിലാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് ചെയ്യണം. അവിടെ പ്ലാസ്റ്റിക് ചാർട്ടിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇതാണോ ഇവിടെ എന്താണ്? നേരത്തെ പോലെ ഡ്യുവൽ നെയിമിങ്ങും വേണ്ട. കാരണം എന്താണ്? ഫൈൻസിൻ്റെ എമൗണ്ട് 12%, 5 to 2 അതിലല്ലോ. മനസ്സിലായി? അപ്പം ഇത് ഈ ടൈപ്പിൽ തന്നെ നമ്മൾ 2 എണ്ണം ചെയ്തു കേട്ടോ. ഈ ടൈപ്പിൽ തന്നെ 2 എണ്ണം ചെയ്തു. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഇത് എന്തായാലും ക്ലാസ്സിൽ നമ്മൾ ചെയ്യും. ഇത് കാരണം ഇത് ഓൾറെഡി ചെയ്തതിൻ്റെ ടൈപ്പാണ്. ഓക്കെ, ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കണു. അപ്പോൾ ഇത് ആയിരിക്കും നമ്മൾ ലാസ്റ്റ് ഇതിൽ ചെയ്യുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പെർമിയബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കിടക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നോട്ടിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു കുഞ്ഞൊരു പ്രോബ്ലം മാത്രമേ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്ലാസ് കേട്ട് മനസ്സിലാക്കിയിട്ട് എല്ലാവരും വരിക. ഓക്കെ, താങ്ക് യു. വന്നവരെ അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ കേട്ടോ. അവിടെ എഴുതിയിട്ടാൽ മതി.